ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 1 യോഹന്നാനിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ഹല്ലേലൂയ. യേശു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ യോർദാനക്കരെ സ്നാനം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അടുത്ത് വരുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ കർത്താവായ യേശുവാണ് ലോകത്തിൻ്റെ പാപം ഹല്ലേലൂയ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 49 നമ്മളിങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ. മനുഷ്യർ അവരുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. എത്ര സമ്പത്തുള്ളവരാണെങ്കിലും എത്ര ധനവാന്മാരാണെങ്കിലും ഹല്ലേലൂയ സ്വന്തം സഹോദരൻ ശവക്കുഴി കാണാതെ ഹല്ലേലൂയ അവനെ രക്ഷിക്കാൻ ഹല്ലേലൂയ അവൻ്റെ പ്രാണന് അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുവാൻ ആർക്കും ഈ ലോകത്തിലെ ഒരു ധനവാനും കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. കാരണം അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാ. അത് കർത്താവായ യേശുവിന് മാത്രമേ ഹല്ലേലൂയ നമ്മുടെ പ്രാണൻ്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. പൊന്നും വെള്ളിയും കൊടുത്തല്ല യേശു നമ്മളെ വീണ്ടെടുത്ത്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് സ്വന്തം ജീവനെ കൊടുത്താണ്. ഹല്ലേലൂയ സ്വന്തം ശരീരത്തെ യാഗമായി ഏൽപ്പിച്ചിട്ടാണ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ സ്തോത്രം വീണ്ടെടുപ്പ് കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം. നല്ല ദൈവം കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കാണിച്ച ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ഏവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുക്കട്ടെ. ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം, ഓ എൻ ജീവന്റെ ആധാരം. ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിലൻ യേശുവിൻ യാഗം എന്നാത്മാവിൻ സാന്ത്വനം, ഓ എന്നാത്മാവിൻ സാന്ത്വനം. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു ഞാൻ, ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു, ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. സൗഖ്യദായകൻ യേശു, ആത്മാവിൻ ശാന്തിയേകും, ജീവന്റെ നായകൻ ക്രിസ്തു, ജീവനിൽ നടത്തിയിടും, ഓ ജീവനിൽ നടത്തിയിടും. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു.
ചേരുമൻ യാത്രവേഗം ചാരം താൻ മാർവിലാണ് ചേരുമൻ വീട്ടിൽ ഞാൻ ചേരുമൻ വീട്ടിൽ ഞാൻ നീയാണെന്നളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു നിൻ മുൻപിൽ വണങ്ങുന്നു അത്ഭുത വിസ്മയ സ്നേഹം ആത്മാവിനാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം എൻ ജീവന്റെ ആധാരം കൗശീലൻ യേശുവൻ യാഗം എൻ പാപത്തിൻ മോചനം കുശീലൻ യേശുവിൻ യാഗം എൻ ആത്മാവിൻ സാന്ത്വനം ആത്മാവിൻ സാന്ത്വനം നീയാണെന്നുള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നുമെൻ ആശ നിൻ മുൻപിൽ വണങ്ങുന്നു മുൻപിൽ വണങ്ങുന്നു ഉള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നുമെൻ ആശ നിൻ മുൻപിൽ വണങ്ങുന്നു നിൻ മുൻപിൽ വണങ്ങുന്നു നീയാണെന്നുള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നുമെൻ ആശ നിൻ മുൻപിൽ വണങ്ങുന്നു നിൻ മുൻപിൽ വണങ്ങുന്നു ഉള്ളിലെ ഗാനം നീയാണെന്നാവിലെ ഗീതം നീ തന്നെ എന്നുമെൻ ആശ നിൻ മുൻപിൽ വണങ്ങുന്നു നിൻ മുൻപിൽ വണങ്ങുന്നു നിൻ മുൻപിൽ വണങ്ങുന്നു ഹല്ലേലൂയ സ്തോത്രം 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 ആ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഓ ഹല്ലേലൂയ ബ്ലെസ്സിംഗ് ബ്ലെസ്സിംഗ് ആ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക സ്തോത്രത്തോടെ ആലയത്തിലേക്ക് ഞങ്ങൾ പോയത് ഞങ്ങൾ ഓർക്കുന്നുവെന്ന് ബാബിലോണിൽ പാർത്ത ജനം പറയുന്നു ഹല്ലേലൂയ അലരിവൃക്ഷങ്ങളിൽ ഞങ്ങൾ തൂക്കിയിട്ട് ഞങ്ങളുടെ കിന്നരങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഓർക്കും ഒരിക്കൽ ഞങ്ങളുടെ കർത്താവിനെ സ്തോത്രസ്വരത്തോടെ ദൈവസന്നിധിക്ക് പോയത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ വെമ്പുന്നു. ഇവിടെ പല ഭാഷാന്ത ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന സമയങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഓ, അവൻ്റെ സാന്നിധ്യത്തിനകത്ത് ശക്തിയുണ്ട്, അവൻ്റെ സാന്നിധ്യത്തിനകത്ത് ആശ്വാസമുണ്ട്, അവൻ്റെ സാന്നിധ്യത്തിനകത്ത് വിടുതലുണ്ട്.
അവൻ്റെ സാന്നിധ്യത്തിനകത്ത് ശുദ്ധീകരണമുണ്ട്, അവൻ്റെ സാന്നിധ്യത്തിനകത്ത് ദൈവ ശബ്ദമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ ഭാരമാണ്, എത്ര വലിയ വിഷയമാണെങ്കിലും ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുവാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു സങ്കേത നഗരമായ അടുക്കിലേക്ക് ഏത് സമയത്ത് ഓടി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ സൗഖ്യമുണ്ട്, മനസ്സിൻ്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ട്, സകല രോഗത്തിനും സൗഖ്യമുണ്ട്. ഇന്ന് ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. അവിടെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അവിടെ സ്നേഹമുണ്ട്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ മധ്യേ ഉള്ളതിനായിട്ട് ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, ഞങ്ങളങ്ങേക്ക് മഹത്വം തരുന്ന കർത്താവേ. പാപം, ശാപം, ആമേൻ, സകലവും തീർക്കുവാൻ ഹല്ലേലൂയ മനുഷ്യനായി അവതരിച്ച ദൈവകോപത്തിന്റെ തീയിൽ വെന്തരിഞ്ഞ ഒരു ജീവിക്കുന്ന നല്ല കർത്താവിനെയാണ്, സ്നേഹനിധിയായ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഇടയനെയാണ് നമ്മൾ ആരാധിക്കുന്ന. ഒരു സഹോദരനെയാണ് ആരാധിക്കുന്ന. മൂത്ത ജ്യേഷ്ഠനായി ഹല്ലേലൂയ നമുക്ക് ദൈവമായി, നമുക്ക് കർത്താവായി, നമുക്ക് സകലവുമായി തീരുവാൻ അവൻ പാപയാഗമായി തീർന്നെങ്കിൽ അനേക ഉലക മഹാന്മാർ ഹല്ലേലൂയ അനേകർ കല്ലറകൾക്കുള്ളിൽ ഉറങ്ങുമ്പോൾ ഒരുവൻ മാത്രം കല്ലറയെ ജയിച്ച് ദൈവ സന്നിധിയിൽ ദൈവ സന്നിധിയിൽ അവനായിരിക്കുന്ന കർത്താവ് അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അത് ഉയരത്തിൽ വാഴുകയാണ്. അത് ഉയരത്തിൽ പിതാവിന്റെ സന്നിധിയിൽ സകലവും കാൽക്കീഴിലാക്കി പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടിയുണ്ട്. നമുക്ക് വേണ്ടി ആരുമില്ലെന്ന് പറയരുത്, എനിക്ക് ആരുമില്ലെന്ന് പറയരുത്. നമുക്ക് ഉടയവനായി ഒരുവനുണ്ട്. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. നമുക്ക് വേണ്ടി എന്നേക്കും ജീവിക്കുന്നവനായി പിതാവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. സദാ സമയം പക്ഷപാതം കഴിക്കുന്ന 24 മണിക്കൂർ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഒരുവനുണ്ട് കർത്താവ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏത് ആവശ്യമാണെങ്കിലും ഇന്ന് ആ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചേർന്ന് ആ കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം. ഗീതം, ഗീതം, ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം, ഗീതം, ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടി. ജയഗീതം, ഗീതം, ഗീതം, ജയ ജയ ഗീതം പാടുവിൻ, 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 പാടുവിൻ. ഗീതം, ഗീതം, ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം, ശാപം, സകലവും തീർപ്പാൻ അവതരിച്ചിഹനരനായി. പാപം, ശാപം, സകലവും തീർപ്പാൻ അവതരിച്ചിഹനരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. അതുകൊണ്ട് ഗീതം, ഗീതം, ജയ ജയ ഗീതം പാടുവിൻ, പാടുവിൻ, പാടുവിൻ. ആരാധനകളെ തുറന്ന് ജയഗീതമാണ് നമുക്കുള്ളത്. പരാജയപ്പെട്ടോടെ പാട്ടല്ല. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിൽ. അനേകർ കല്ലറകൾ ഉറങ്ങുമ്പോൾ ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. ഒരു കല്ലറ മാത്രം ശൂന്യം.
ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, പാടുവിൻ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. എത്രയോ കാരണങ്ങൾ, ഒറ്റ കാരണം മതി. ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനി തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനി തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ പാടുവിൻ പാടുവിൻ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തും, വരുന്നിത ജയരാജനാണ്. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തും, വരുന്നിത ജയരാജൻ. ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവേ. ഹൃദയത്തിന്റെ കതകുകൾ, ഹൃദയത്തിന്റെ വാതിലുകൾ. ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവേ സ്വീകരിപ്പാൻ. ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവേ സ്വീകരിപ്പാൻ. ഭൂമികളെ നിങ്ങൾ തലകളെ ഉയർത്തും, വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തും, വരുന്നിത ജയരാജൻ. കതകുകളെ യേശുവേ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവേ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. യേശു ജീവിക്കുന്നു. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം. ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ യേശു ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. യേശുനാഥൻ എല്ലാ പ്രത്യാശകളും തീർന്നാലും ഒരു പ്രത്യാശ മതി. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരൻ. പാടുവിൻ പാടുവിൻ. ഗീതം ശബ്ദം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ,
അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം. Recording in progress. വിട്ടുകൊടുത്താട്ടെ. ചില പരിധികൾ ഇന്ന് രാത്രിയിൽ പൊളിയുന്നു. ആമേൻ സ്തോത്രം. പ്രവചന ആത്മാവിനാൽ സ്വർഗത്തിലധികം ചിലരെ വിശ്വസിക്കുന്നവരുടെ സ്വർഗം നിറച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. എന്റെ മുമ്പിൽ അധിക സമയമില്ലല്ലോ, എങ്കിലും ഒരു സാക്ഷ്യം ഇതിനിടയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. എന്നെ അടുത്തറിയാവുന്ന ഒരു ദൈവദാസൻ എന്നോട് ഷെയർ ചെയ്തതാ. ആമേൻ സ്തോത്രം. അദ്ദേഹം ഒരു പുതിയ ശുശ്രൂഷ തിരുവല്ലയിൽ ആരംഭിക്കുന്നു. ആമേൻ സ്തോത്രം. അവിടെ ആ ദൗത്യമായി കടന്നു ചെല്ലുന്നു. പക്ഷേ പെട്ടെന്ന് അവിടെ ആ സഭയുടെ ഒരു ആലയത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന്, ഞാൻ ചുരുക്കി അങ്ങ് പറയുന്നതേ ഉള്ളൂ, വലിയൊരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു രോഗം പിടിപെടുന്നു. ആമേൻ സ്തോത്രം. പക്ഷേ എന്താണെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ബിലീവേഴ്സ് അതായത് KP ഓനാന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പരിശോധിക്കുന്ന കാര്യം എന്തെന്ന് അറിയുന്നില്ല. എല്ലാവരും പറയുന്നു ഇതൊരു സ്പിരിച്വൽ വാർഫെയറിന്റെ ഭാഗമാണ്, നിങ്ങൾ ഇതിൽ നിന്നും ഈ ആലയം പണിയുടെ കാര്യത്തിൽ നിന്നും പിന്മാറണം എന്നെല്ലാം ഉപദേശിച്ചിട്ടും ആ ദൈവദാസൻ 21 ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നു. ആമേൻ സ്തോത്രം. ആ 21ാം ദിവസത്തിന്മേൽ വലിയൊരു പകർച്ച നടന്നു. തന്റെ ദാസിക്ക് ദൈവം സൗഖ്യം കൊടുത്തു. ആമേൻ സ്തോത്രം. അവരിരുവരും പിന്നെ 21 ദിവസം പിന്നെയും ഇരുന്നു. ദൈവം വലിയ പകർച്ചകളെ ദൈവം പകർന്നു. ആമേൻ സ്തോത്രം. ആ ആലയം പണി പൂർത്തീകരിക്കുവാൻ സ്വർഗമിടയായി. ആമേൻ സ്തോത്രം. ഞാൻ ഇത് ചേർത്ത് പറഞ്ഞു എന്തിനെന്നോ, ചിലർക്ക് ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഭയമാ, ചില മണ്ഡലങ്ങളെ കയറി ശാസിക്കുവാൻ ഭയമാ. ആമേൻ സ്തോത്രം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ, നിങ്ങൾ ദുരാത്മ മണ്ഡലത്തെ, ടെറിട്ടോറിയൽ സ്പിരിറ്റിനെ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ആത്മശക്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവവൈതലാണോ? ആമേൻ സ്തോത്രം. ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റും നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആഴ്ചി പ്രഭു ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ 21 ദിവസം തടഞ്ഞു വെച്ചെങ്കിലും 21ാമത്തെ ദിവസം മിഖായേൽ ഇറങ്ങി ദൂതിന്റെ കൈമാറ്റത്തിനായി. ആമേൻ സ്തോത്രം. ചില ദൂതന്മാർ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തിനായി ഇന്ന് രാത്രിയിൽ പാളയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആത്മശക്തിയാൽ ഒന്ന് നിറഞ്ഞ് ആത്മാവിൽ കണ്ടൊന്ന് പ്രവചിച്ചു തുടങ്ങിയാട്ടെ. ദേശത്തെ നോക്കി നാളുകളായി നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ മുരടിപ്പിച്ച് കളയുന്ന, നിങ്ങളുടെ വചനധ്യാനത്തെ ശോഷിപ്പിച്ച് കളയുന്ന ദുരാത്മ മണ്ഡലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിർവീര്യമായി പോകട്ടെ. വേറെ ആരുമല്ല. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കാര്യങ്ങളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ആത്മസാന്നിധ്യത്തിനായിട്ട് കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചില വൻ കാര്യങ്ങൾ നിങ്ങളുടെ മധ്യേ കർത്താവ് ചെയ്തെടുക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇതിനിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആമേൻ സ്തോത്രം. എല്ലാം കയറി ശാസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവിക അധികാരമുള്ള വിഷയത്തിന് വേണ്ടിയിട്ടേ, ദൈവം അധികാരം തന്നിട്ടുള്ള വിഷയത്തിന് വേണ്ടിയിട്ടേ കയറി ശാസിക്കാവൂ. ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാ വിഷയത്തിനും കയറി പോയി ശാസിക്കാൻ നിൽക്കരുത്. ആമേൻ സ്തോത്രം. തെളിവെന്താ? ആമേൻ സ്തോത്രം. സ്കേവ പുരോഹിതന്റെ 7 മക്കളുണ്ടായിരുന്നു. അതെ, ഭൂതത്തെ പുറത്തിറങ്ങാൻ പോയി. ആമേൻ സ്തോത്രം. എന്ത് സംഭവിച്ചു? ആ ഭൂതം എന്താ റിപ്ലൈ കൊടുത്തത്? പൗലോസിനെ എനിക്കറിയാം, യേശുപ്പനെ എനിക്കറിയാം. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തുവിനെ എനിക്കറിയാം. നീ ആരെന്ന് ചോദിച്ചു. നഗ്നരായി മുറിവേറ്റവരായി ഭൂതത്തിന് മുമ്പിൽ ഓടിപ്പോകേണ്ടവർ. അതുകൊണ്ട് ആത്മശക്തി ഇല്ലാതെ പോകരുത്. ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞിട്ട് പോയാട്ടെ. ഒരു വിശ്വാസിക്ക് ആത്മീയ യുദ്ധമുണ്ട്, സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്. പക്ഷെ തോറ്റോടിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്ര ഇന്ന് രാത്രിയിൽ കൈമാറ്റം ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. സ്പിരിച്വൽ വാർഫെയറിൽ പിന്നോട്ട് നിൽക്കാനല്ല, മുന്നോട്ട് ഓടുവാനാണ് ആമേൻ സ്തോത്രം സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്റെ സർവായുധ വർഗത്തെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ അത് കൈമാറ്റം ചെയ്യും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ സർവായുധ വർഗം എടുത്തിരിക്കുന്ന ദൈവവൈതലേ, നിനക്ക് മുമ്പിൽ ശത്രു കീഴടങ്ങും. സർവായുധ വർഗം എന്താ?
സത്യം അരക്കി കിട്ടണം. നീതി എന്ന കവചം ധരിച്ച് സത്യസുവിശേഷത്തിനാൽ ഒരിക്കൽ കല്ല് ചെരുപ്പാക്കി ശത്രുവിന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കോണമുള്ള അസാധാരണമായ വിശ്വാസത്തോടെ രക്ഷ എന്ന ശിരസ്ത്രമേന്തി വിശ്വാസത്തോടെ മുന്നോട്ട് ഓടിയാട്ടെ. ഈ യാത്രയിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ തോറ്റു പിന്മാറുന്നവരല്ല, നമ്മൾ ജയിച്ചവന്റെ ഭാഗത്താ. ആമേൻ സ്തോത്രം. പിന്മാറിപ്പോകുവാൻ സ്വർഗത്തിന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ സ്തോത്രം. ക്രൂശിൽ ചുരിഞ്ഞ രക്തമെന്തിനാ? എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജയത്തിന് വേണ്ടിയിട്ട്. ഒരു പിശാചിന്റെ മുമ്പിൽ അടിയറവ് പറയുവാൻ വേണ്ടിയിട്ടല്ല, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനാ. ഹല്ലേലൂയ. ഈ സർവായുധ വർഗം ദൈവം തന്നിരിക്കുന്നത്. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നത് ദൈവവൈതലിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് പുറത്തു വരേണ്ടത്? ആത്മാവിന്റെ ഫലങ്ങൾ പുറത്തു വരണം. ശത്രു നാണിക്കണം. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ആരെയോ ഇന്ന് രാത്രിയിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രയാസവുമായിക്കോട്ടെ. ആമേൻ സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇന്ന് വേറൊരു വിഷയത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ, ആത്മസാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ഇന്ന് വരെ ആമേൻ സ്തോത്രം അനുഭവിച്ച ദൈവ സാന്നിധ്യം പോരാന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടില്ലാതെ കടപ്പാൻ വയ്യാത്തോളം സ്വർഗം നിറയ്ക്കുവാൻ പോകുന്നു. ആ ആത്മസാന്നിധ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താലുണ്ടല്ലോ, ആമേൻ സ്തോത്രം, നന്മയും കരിഞ്ഞും ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരും. ആമേൻ സ്തോത്രം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. പുതിയ നിയമ ഇസ്രായേലരായിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ വചനം, പ്രാർത്ഥന, ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്കുള്ള പ്രാർത്ഥന നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു പോകണം. പ്രൊഡക്റ്റീവ് ആവണം കർത്താവിന്റെ രാജ്യത്തിൽ. നിങ്ങളായിരിക്കുന്ന ദേശത്തിന്റെ അധികാരം വേറെ ആരുടെയും കയ്യിലല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ആമേൻ സ്തോത്രം. നമ്മുടെ പ്രയർ ലൈഫ് ഇന്ന് രാത്രിയിലൊന്ന് മാറട്ടെ, രാത്രിയിലൊന്ന് മാറട്ടെ. ആമേൻ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ അതിരുകളൊന്ന് വിശാലമാകട്ടെ. എന്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചിച്ച് ചോദിച്ചാട്ടെ. ആമേൻ സ്തോത്രം. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ദൈവത്തോട് സംസാരിച്ചാട്ടെ. ആമേൻ സ്തോത്രം. പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ദൂതുകളെ സ്വർഗത്തിന് ദൈവം കൈമാറ്റം ചെയ്യും. അവരുടെ ആത്മീയ വർധനവിന് ഉതകുന്ന, അവർ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രവചന വരം വാഞ്ചിക്കുവിൻ. അന്ത്യകാലമാണ്. സ്വർഗത്തിന്റെ ദൈവം റെഡിയായിരിക്കുന്നവരുടെ മേൽ അത് പകരും. നിശ്ചയമായിട്ടും പകരും. നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ദൈവദാസിയാണോ, ദൈവദാസനാണോ, അത് പകരും. അതിന്റെ ഓഫീസിനെ ദൈവം പകരും. ധൈര്യമുള്ള വ്യക്തിയാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ ധൈര്യമുള്ളവരായി മാറും. ധൈര്യത്തോടെ രാജാവിന്റെ മുമ്പിൽ പോയി ദൂതറിയിക്കും. ഏലിയാവിനെ അയച്ചതുപോലെ, ഒരു മോശയെ അയച്ചതുപോലെ. ചില മോശമാരെ സ്വർഗത്തിന് ദൈവം ഇന്ന് രാത്രിയിൽ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിപ്പാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. ചില എസ്തേറന്മാരെ, ചില രാജാക്കന്മാരോട് ചില ദൂതുകളെ കൈമാറ്റം ചെയ്യുവാൻ ചില എസ്തേറന്മാരെ സ്വർഗം അപ്പോയിന്റ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യാതെ കരങ്ങളടിച്ച് ഈ വചനമൊന്ന് ഏറ്റെടുത്താട്ടെ. സാഹചര്യങ്ങൾക്ക് സ്വർഗം വ്യത്യാസമയക്കുവാൻ പോകുന്നു. ആമേൻ സ്തോത്രം. വലിയ പ്രവൃത്തികൾ ഈ സഭയുടെ മധ്യേ സ്വർഗം ചെയ്തെടുത്തിരിക്കുവെന്ന്. അതിരുകൾ വിശാലമാകുവാൻ പോകുന്നു. ആമേൻ സ്തോത്രം. സഭയുടെ അതിരുകൾ വിശാലമാകുവാൻ പോകുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ അതിരുകൾ വിശാലമാകുവാൻ പോകുന്നു. വചനം ധ്യാനിക്കുമ്പോൾ ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നു. അസാധാരണമായ ബോൾഡ്നെസ്സിനാൽ സ്വർഗത്തിനെയും നിങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. ആമേൻ സ്തോത്രം. ഊഹാപോഹമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഊഹാപോഹമല്ല നിങ്ങൾ പ്രവചിക്കുവാൻ പോകുന്നത്. ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ആമേൻ സ്തോത്രം നിങ്ങൾ പ്രവചിക്കുവാൻ പോകുന്നു. ഒരു ഏലിയാവ് പ്രവചിച്ചതുപോലെ, ഒരു ശമൂവേൽ പ്രവചിച്ചതുപോലെ, ഒരു നാഥാൻ പ്രവാചകൻ പ്രവചിച്ചതുപോലെ, ഒരു പൗലോസ് പ്രവചിച്ചതുപോലെ, പത്രോസ് പ്രവചിച്ചതുപോലെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രവചിക്കുവാൻ പോകുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പുത്രന്മാർ, പുത്രിമാർ. സമയം കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിനൊപ്പം നമ്മളെ നിറയ്ക്കട്ടെ. ദൈവ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ചിലത് നമ്മുടെ മധ്യേ ഇന്ന് ഈ 3-ാം ദിവസം ഉപവാസത്തിന്മേൽ വൻ കാര്യങ്ങളെ ചെയ്യും. വിശ്വസിച്ചാട്ടെ. നമുക്ക് തുടർന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ലോകവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാൽ
എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ യുഗവും തകർന്നു മാറും. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ടിക്കും പോലെ ആത്മപകർച്ചയ്ക്ക് ശക്തി പകരും. അഗ്നിജ്വാല പടരും പോലെ ഒരു ഭാഷകളാൽ സ്തുതിക്കും. കൊടിയകാറ്റടിക്കും പോലെ ആത്മപകർച്ചയ്ക്ക് ശക്തി പകരും. അഗ്നിജ്വാല പടരും പോലെ ഒരു ഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചാലിക്കാത്ത സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും നിന്റെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കും. ബുദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ചാലിക്കുന്ന തീപന്തം പോൽ ശക്തി പടരും അഭിഷേകത്താൽ. ചാലിക്കുന്ന പ്രാണികൾക്കോ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ. ജാഗരായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും. പുതുജീവനാൽ ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും. പുതുജീവനാൽ ചാത്തുപാടും. ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും. പുതുജീവനാൽ ചാത്തുപാടും. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകം വിളിച്ചപേക്ഷിക്കുന്നതിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്ന ദൈവം. ഓ അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ലോകവും തകർന്നു മാറും. വചനത്തിന്റെ ശക്തി പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ഓ അഭിഷേകത്തിന്റെ ശക്തി എല്ലാ ലോകവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും.
അഭിഷേകത്തിന്റെ ഏത് അന്ധകാര ബന്ധനവും ഒഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ, എല്ലാ ബന്ധനവും, എല്ലാ അന്ധകാരവും നീങ്ങും. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടണം, വെളിപ്പെടണം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് വേണം. ദാഹിക്കുന്നവർ യേശു പറയുന്നു അവർ വരട്ടെ. ഓ അന്ത്യകാലം പോലെ ശക്തി വാഴരും, അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ, ഓ യെസ്, കൂടിയ കത്താടിക്കും പോലെ ശക്തി പകരും. അഗ്നിജ്വാല, അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ, പുതുഭാഷകൾ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും. അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും. അവൻ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങൾ. അത് കാണും. പുതുഭാഷകളാൽ, പുതുഭാഷ അടയാളത്താൽ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്റെ മേലും ദൈവം പറയുന്നത് എന്റെ ആത്മാവിനെ പകരം ദൈവത്തിന്റെ ആത്മാവിനെ അന്ത്യകാലത്ത് വിളിച്ചപേക്ഷിക്കുന്നതിന്റെ മേൽ തന്റെ ആത്മാവിനെ പകരുമെന്ന്. ഓ അന്ത്യകാലത്ത് അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് കർത്താവേ ഒരിക്കൽ കൂടി എന്റെ മേലെ നിടണം. ചാലിക്കുന്ന പ്രാണികൾക്കോ ശക്തി പകരും, ജീവൻ പ്രാപിക്കുന്ന ജ്വാലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ. ചാലിക്കുന്ന പ്രാണികൾക്കോ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോലെ കത്തിപ്പടരും അഭിഷേകം. വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. എഴുന്നേൽക്കും, എഴുന്നേൽക്കും. പുതുജീവൻ കുതിച്ച് ഉടന്തൻ മാനിനെ പോലെ ഇന്ന് എഴുന്നേൽക്കും. പുതുജീവനാൽ കുതിച്ചാൽ പാടും ചാമരായ ശേഷങ്ങൾ എഴുന്നേൽക്കും. പുതുജീവനാൽ കുതിച്ചാൽ പാടും. ഓ അഭിഷേകം ആവശ്യമുള്ളതെന്ന് പറയണം. കർത്താവേ തലയെ കൈവച്ചിട്ട് പറയണം, ഒരു പുതപ്പ്, ഒരു ശക്തി എനിക്ക് ആവശ്യമുണ്ട് മുന്നോട്ട് കുതിക്കുവാൻ. സർവജടത്തിന്മേലും വിളിച്ചപേക്ഷിക്കുന്ന ഏവന്റെ മേലും ദൈവമാണ് നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. സർവജട ഏത് കെട്ടും അഴിയും, സകല കെട്ടും പൊട്ടും, എല്ലാ അന്ധകാരവും നീങ്ങി മാറും. സർവജടത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്യഭാഷകൾ ആവശ്യമുള്ളവർ നാവുകൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാവ് ഒരു പുതിയ ഭാഷ, നാവിന്റെ മേൽ ദൈവം പകരും. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ. നാവുകൾ വായെ തുറന്ന് നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക.
പ്രിയപ്പെട്ടവന്റെ പേരിൽ അഭിഷേകം, ഒരു ദൈവ ശക്തി അയക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരുടെ പേരിൽ അഭിഷേകത്തെ പകരണമേ. ഏത് കെട്ടിനെ പൊട്ടിക്കുവാൻ, ഏത് ശക്തി കേന്ദ്രങ്ങളെ തകർക്കുവാൻ ഒരു പുതിയ എണ്ണ. അസ്ഥി താഴ്വാരങ്ങളിൽ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ച മണ്ഡലങ്ങളിൽ അസ്ഥിയോട് പ്രവചിക്കാൻ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നത്. അഭിഷേകം കൊയ്ത്തുകാല സമയമാണ്. ആത്മാവ് നിറയ്ക്കണമേ, അന്ത്യകാലത്തിറങ്ങണമേ, അഗ്നിനാമായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ഒത്തി പോലെ ഇറങ്ങണമേ, അഗ്നിനാമായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥി താഴ്വാരകൾ ഒന്നും കാണാനില്ല. ഉണങ്ങി വരേണ്ട അസ്ഥികൾ ജീവിക്കുമോ? എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ? ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് യെശയ്യാവിനോട് പറയുന്നു, നീ വാ തുറന്ന് വിളിച്ചു പറയാൻ തയ്യാറാകാം. ആത്മാവ് യെശയ്യാവിന്റെ മേൽ വന്നു. യെശയ്യാവിനെ അസ്ഥി താഴ്വാരത്തിൽ കൊണ്ട് നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആദിയായി ഒഴുകണമേ, നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാമായി പതിയണമേ, കൊടുങ്കാറ്റായി ആത്മനദിയായി ഒഴുകണമേ. ഒരു കാൽമേഘം ഞാൻ കാണുന്നു, അധികാരം നിറച്ച പോലെ മഴയായി പെയ്യണമേ. ഒരു കൈമേഘം ഞാൻ കാണുന്നു, മഴയുടെ മുഴക്കം ഏരിയാവേദിൽ കേൾക്കുന്നുണ്ടോ? നദിയായി ഒഴുകണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി. ദേവദാസൻ ഡേവിഡ് കാവാലം പാസ്റ്റർ നമ്മുടെ മധ്യയെ കടന്നു വന്നതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൂട്ടി വരുത്തിയതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തദാസനെ കഴിഞ്ഞ നാളുകൾ കടന്നു വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ മധ്യയെ കടന്നു വരെ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ശേഷമായിരിക്കുന്ന പറയപ്പെടുന്ന വചനത്തെ നമുക്ക് ആവശ്യമായിരിക്കും ദൈവിക ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കടന്ന് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഉപവാസം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിടുതലായി തീരുവാൻ, അനേകർക്ക്, ദേശങ്ങൾക്ക്, നമ്മളായിരിക്കുന്ന ഭവനങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് അതേ ഈ ദിവസങ്ങളിലും അതൊരു അനുഗ്രഹമായി തീരുവാൻ നമ്മൾ രഹസ്യത്തിൽ നമ്മൾ കർത്താവിനോട് എന്ത് ചെയ്താലും അതിനുവേണ്ടി അതിന് പ്രതിഫലം നൽകുന്നൊരു ദൈവമുണ്ട്, അത് കാണുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസനായി പ്രാർത്ഥിക്കാം. പ്രിയ സിസ്റ്റർ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കാം. നമുക്ക് പ്രാർത്ഥന കൂടിയായിരിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. അപ്പന്റെ മക്കളാണ് അടിയങ്ങൾക്ക് കർത്താവേ, ഹല്ലേലൂയ. അപ്പന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനും, ഹല്ലേലൂയ, അപ്പനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും പാട്ടുകൾ പാടുവാനും ആരാധിപ്പാനും, ഹല്ലേലൂയ, പ്രബോധനം പറയുവാനും കേൾക്കുവാനും എല്ലാം ഞങ്ങളെ ഹല്ലേലൂയ ഇതുവരെയും സഹായിച്ചു തോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കണം കർത്താവേ. അന്ത്യനാളിലെ സർവ്വജഡത്തിന്റെ മേലും പകരപ്പെടുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ പുതുക്കം പ്രാപിച്ച അനുഭവത്തോട് ഓരോ നിമിഷവും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അധികമായി സഹായിക്കണമെന്ന്
പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിന്റെ ചുറ്റാകെ ഞങ്ങൾ ഇരിക്കുന്നു കർത്താവെ. വചനവുമായി കടന്നു വന്ന ദൈവദാസനെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ വചനം വിവേചിച്ച് പറയുവാൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനെ അവിടുന്ന് സഹായിക്കണം. കേൾക്കപ്പെടുന്ന ഞങ്ങൾ വചനം ഞങ്ങളുടെ ജീവിതത്തിലെ ശുദ്ധീകരണത്തിനും ഗുണീകരണത്തിനുമായി ഭവിപ്പാൻ അത് നൂറുമേനിയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. സന്നിധാനബോധത്തോടെ ഞങ്ങൾ ഇരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഭാരത്തോടെ, പ്രസത്തോടെ, വേദനയോടെ, നൊമ്പരത്തോടൊക്കെ ഹല്ലേലൂയ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സമാധാനത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, വചനത്തിന്റെ ആത്മശക്തിയോടെ ഹല്ലേലൂയ എല്ലാ മക്കളെ അവിടുന്ന് നിറച്ച് അനുഗ്രഹിച്ച് അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്ത ദൈവസാന്നിധ്യം കൂടെ ഇരുന്നാട്ട് ഏറെ നന്മകളാൽ പ്രത്യാശകളാൽ ഞങ്ങളെ നിറച്ചാട്ട് സകല ദേശതമ്പുരാൻ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടുക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദേവദാസനെ തിരുവചനത്തിനായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥന കൂടിയായിരിക്കാം. വെൽക്കം പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ മേഖലയിലെ ജോണിച്ചാനെ കുടുംബം, ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾ, ഈ ശുശ്രൂഷയിൽ ആമേൻ ദൂരത്തോ ആമേൻ ഭവനങ്ങളിലും മറ്റിടങ്ങളിലുമായിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു എന്ന് നിങ്ങളോട് ചേരുന്ന ആയിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ ആമേൻ വചനവുമായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇന്നലെ രാവിലെ വന്നെത്തുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇന്ന് പകല് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നിങ്ങളോട് ആമേൻ പറഞ്ഞ വാക്കിൻ പ്രകാരം ഈ യോഗത്തിൽ സംബന്ധിപ്പാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസനും സഭയും എന്നോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിനും പ്രത്യേക സഹകരണത്തിനുമൊക്കെ ഞാൻ ആ മേഖലയിലെ ദൈവനാമത്തിൽ കടപ്പെട്ടിരിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനത്തെ, സഭയെ, കർത്താവിന്റെ അപുരുഷത്തിന് കൊടുത്തിരിക്കുന്ന ദർശനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും അതിൻ പ്രകാരമുള്ള ദൈവിക പദ്ധതി ഈ കാലങ്ങളിൽ നിവർത്തിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്കതിനു വേണ്ടി 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണിത്. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ പലപ്പോഴും പ്രതിസന്ധിയിലും പ്രതിബന്ധങ്ങളിലും പ്രതികൂലങ്ങളിലുമാകുമ്പോൾ നമ്മൾ ദൈവവചനത്തിന്റെ പല ഭാഗങ്ങളെടുത്ത് ഉദ്ധരിച്ച് പറയാറുണ്ട്. അതിൽ വിശേഷമായ ഒരു വാചകമാണ്, ഒരു വാക്യമാണ് ഈ വായിക്കപ്പെട്ടത്. നിങ്ങൾക്കായി കരുതും. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ ആരെല്ലാം നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും നമ്മളെ കരുതുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സങ്കീർത്തന പുസ്തകം 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ, സ്തോത്രം. എന്താണെന്നറിയാമോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും അവൻ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ കുലുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആമേൻ നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ മനോനിരൂപണങ്ങളിൽ, നമ്മുടെ ചിന്താഗതികളിൽ നമ്മൾ നിരൂപിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത വഴികൾ ദൈവസന്നിധിയിലുണ്ട്, ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതും. പലപ്പോഴും നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം.
നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ദൈവം നമ്മെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ നാം കാണുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. പണ്ട് സ്കൂളിൽ ആ മേഖലയിൽ പഠിച്ച ഒരു പാഠ്യഭാഗത്തിൽ വിശേഷാൽ ഒരു പദ്യം ഇപ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇപ്രകാരം: ആരാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസംഗം പ്രകാശിച്ചിടുമേ, ദേവൻ സൂര്യനുദിക്കും ഈ കമലവും താനേ വിടർന്നിടുമേ, ഏവം മൊട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനി എന്ന് പറഞ്ഞൊരു പദ്യം ഉണ്ട്. അതിനകത്ത് കവി ഇപ്രകാരമാണ് ഒരു വിഷയം പരാമർശിച്ചിരിക്കുന്നത്. മറ്റൊന്നല്ല, അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുക: രാവിപ്പോൾ ക്ഷണങ്ങൾ ഒടുങ്ങിടും, ഉഷസംഗം പ്രകാശിക്കും. പണ്ടൊരു വണ്ട് തൻ്റെ വീട് വനാന്തരത്തിലാണ്, വനത്തിന്റെ ഉൾവനത്തിലാണ്. ആ വണ്ട് വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലുള്ള പൂവായ പൂവുകളിലെല്ലാം തേൻ നുകർന്നിട്ട് രാത്രിയാകുന്ന സമയം, സന്ധ്യ മയങ്ങുന്ന നേരം, ഈ വണ്ട് തൻ്റെ ഭവനത്തിലേക്ക്, വനാന്തരത്തിലുള്ള വനമേഖലയിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോവാം. ഇങ്ങനെ മടങ്ങി വരുമ്പോൾ താനെ ഒരു പ്രത്യേക സ്ഥലത്തൂടെ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഒരു താമരക്കുളത്തിന്റെ മീതെ കൂടെ പറക്കുന്നതായിട്ടാണ് കവി പരാമർശിച്ചിരിക്കുന്നത്. ഈ താമരക്കുളത്തിന്റെ മീതെ കൂടെ പറക്കുമ്പോൾ ഈ വൈകുന്നേരങ്ങളാണ് താമര കൂമ്പത്ത്, അതിന്റെ മുട്ട് കൂമ്പത്തുണ്ട്. രാവിലെ വിടരും, വൈകുന്നേരങ്ങൾ കൂമ്പും. അപ്പോ ഈ താമര മുട്ട് വിടർന്നിരിക്കുന്ന സമയത്ത് ഈ വണ്ട് ഈ താമരയിലെ തേൻ നുകരാൻ വേണ്ടി ഈ വണ്ട് ഈ താമരയ്ക്കകത്തിറങ്ങി തേൻ നുകർന്നു. തേൻ നുകർന്ന വണ്ട് മതോന്മത്തനായി സന്ധ്യ മയങ്ങിയതൊന്നും അറിഞ്ഞില്ല. ഈ താമര വന്ന് കൂമ്പിയത് ഈ വണ്ട് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തനിക്കൊരു ഒരു ഓർമ്മ വന്നപ്പോൾ താനെ പറക്കാൻ നോക്കി. പക്ഷെ ഇതിനകത്തൊന്ന് പുറത്തു വരാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വണ്ടു പറയുന്ന ഒരു ഭാഗമാണ് കവി അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിങ്ങനെയാ: രാവിപ്പോൾ ക്ഷണം വന്നുകൊടുക്കണം എന്ന് വെച്ചാൽ രാത്രി ഇപ്പം വേഗം അങ്ങ് തീരും, ഉഷസംഗം പ്രകാശിക്കും എന്ന് വെച്ചാൽ നേരം പെട്ടെന്ന് പൊളിരും, ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും താനെ വിടരും. കമലം എന്ന് പറഞ്ഞാൽ താമര എന്നാണ്. നേരം വെളുക്കുമ്പോൾ ഈ താമര തന്നെ വിടരും. എന്നിട്ട് ഈ വണ്ട് പറയുക: ഏവൻ മൊട്ടിനകത്തിരുന്നളി. അളി എന്ന് പറഞ്ഞാൽ വണ്ടെന്ന. ഈ വണ്ട് ഈ താമര മുട്ടിനകത്തിരുന്ന് മനോരാജ്യം കാണുക. നാളെ നേരം വെളുക്കും, ഞാൻ ഈ താമര മുട്ടിനകത്തുനിന്ന് പുറത്തു വരും. ഇതൊക്കെ ഇങ്ങനെ മനോരാജ്യം തുടരുമ്പോൾ ഈ കവി അതിനകത്ത് ഒരു കാര്യം എടുത്തു പറഞ്ഞു: ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനി. രാത്രി കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കാൻ ഈ താമരക്കുളത്തിൽ വന്നു. ആനകൾ വെള്ളം കുടിച്ചുകൊണ്ട് ഈ കുളത്തിലിങ്ങനെ നീരാടുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു ആനക്കുട്ടിയുടെ കണ്ണിൽ ഈ താമരമൊട്ട് പെട്ടു. ഈ ആനക്കുട്ടി തുമ്പിക്കൈ കൊണ്ട് ഈ മുട്ട് പറിച്ചെടുത്ത് വായിൽ കിട്ടു. അപ്പോ കവി പറയുക: ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രനാ പത്മിനി. ദന്തീന്ദ്രൻ എന്ന് പറഞ്ഞ ആനയെന്നാ. ഈ മുട്ടിനകത്തിരിക്കുന്ന വണ്ടിപ്പോൾ എവിടാന്ന് ചോദിച്ചാൽ ആനയുടെ വയറ്റില. ഇഷ്ടം. അപ്പൊ ദൈവത്തിനൊരു മനമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതേ നടക്കത്തുള്ളൂ. നമ്മുടെ പല ഉദ്ദേശങ്ങളും നമ്മുടെ പല പദ്ധതികളും നടന്നില്ലെന്ന് വരാം. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, ദൈവം ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കൃത്യതയോടെ സമയത്ത് നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിന് വേദപുസ്തകത്തിൽ നിന്ന് നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ഭാഗം ചുരുക്കി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചെന്ന. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കുന്ന ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് സ്വപ്നമാണ്. അപ്പോ
യോസേപ്പിനോട് ദൈവം സ്വപ്നത്തിൽ സംസാരിച്ചു. ഈ സ്വപ്നം താനെ തന്നിൽ ഒതുക്കി വെച്ചില്ല, സഹോദരന്മാരോട് പറഞ്ഞു. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നും ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. നമുക്കെല്ലാം പറയാൻ പറ്റുന്ന കുഴപ്പം, ദൈവം കരുതി വെച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ കരങ്ങളിൽ തരും. എന്നാൽ ചില കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത വേണം, ചില കാര്യത്തിൽ സ്വകാര്യത വേണം, പ്രാർത്ഥനയിലും സ്വകാര്യത വേണം. ഹല്ലേലൂയ. എല്ലാം എല്ലാവരോടും വെളിപ്പെടുത്താൻ പാടില്ല, എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല. അതിന്റെ മറ്റൊരു ഉദാഹരണം തിരുവെടുത്ത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ച് പറഞ്ഞു തരാം. നമുക്ക് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ശൗല് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി പറഞ്ഞു. എങ്കിലും രാജ്യത്വം സംബന്ധിച്ച് ശമൂവേൽ പറഞ്ഞത് ശൗൽ ഇളയപ്പനെ അറിയിച്ചില്ല. അപ്പന്റെ അനുജൻ ഉപ്പാപ്പൻ, ഈ ഉപ്പാപ്പൻ ശൗലും വൃത്തിനും കൂടി കഴുത അന്വേഷിച്ചു പോയി മടങ്ങി വരുമ്പോൾ ഈ ഉപ്പാപ്പൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരുന്നു? ശൗലിന്റെ മറുപടി, ഞങ്ങൾ കഴുത അന്വേഷിച്ചു പോയി. അപ്പോ കണ്ടു കിട്ടായികയാൽ ഞങ്ങൾ ശമൂവേലിന്റെ അടുത്ത് പോയി. അത് ഉപ്പാപ്പൻ ചോദിച്ചതല്ല, പക്ഷെ ശമൂവേലിന്റെ അടുത്ത് ശൗലിന്റെ അടുത്ത് പറഞ്ഞതാ, ഞങ്ങൾ ശമൂവേലിന്റെ അടുത്ത് പോയി. ഈ ഉപ്പാപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, ശമൂവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നോട് പറയണം. നമുക്കെല്ലാവരും കുഴപ്പമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്, 10 പേരുടെ മുമ്പിൽ ഇത് പൊക്കി കാണിക്കണമെന്ന്, അല്ലെങ്കിൽ ആമയെ പൊക്കി പറയണമെന്ന്. നമ്മൾ വലിയ ആളാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും. അത് പലപ്പോഴും നമ്മുടെ ദൈവിക കരുതലിന് ഒരു പരിധി വരെ താമസം വരുത്താം, തടസ്സങ്ങൾ ഉണ്ടാക്കാം. ഈ ഇളയപ്പനോട് ശൗല് പറയുന്നൊരു കാര്യമുണ്ട്, കഴുതകളെ കണ്ടു കെട്ടിയിരിക്കുന്നു എന്നവൻ ഞങ്ങളോട് തിട്ടമായി പറഞ്ഞു. അടുത്ത വാചകം ആസ്വദിക്കേണ്ടത്, രാജ്യത്വം സംബന്ധിച്ച് പറഞ്ഞ കാര്യം ശൗല് പറഞ്ഞില്ല. നമുക്കുള്ള കുഴപ്പം, എല്ലാവരോടും പറഞ്ഞങ്ങ് ഫലിപ്പിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ചില കാര്യങ്ങൾ സാക്ഷ്യത്തിന് പോലും പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ സഭയിൽ പറയാൻ പാടില്ല. നിങ്ങളുടെ പാസ്റ്ററോട് പറയാം, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്, ഇടപെടി നിൽക്കുന്ന ആളാണ്, അദ്ദേഹത്തോട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയാം. പക്ഷെ ചില കാര്യങ്ങൾ സഭയിൽ പരസ്യമായി പറയാൻ പാടില്ല. ചിലർ പറയാറുണ്ട്, പൊങ്ങച്ചമെടുത്ത് പറയാറുണ്ട്, ദൈവമക്കളെ പ്രാർത്ഥിക്കണം, എൻ്റെ മോനെ UK പോകാൻ ദൈവം ഒരു വഴി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ പേപ്പർ കാര്യങ്ങൾക്ക്. അവൻ UKG പോലും കാണുകയില്ല. നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ആത്മീയരാണെന്ന്. വിശ്വാസകൂടത്തിൽ എല്ലാം ആത്മീയരല്ല, എല്ലാവരും ആത്മീയരല്ല. അസൂയ എന്ന് പറയുന്ന ഒരു സംഗതി ഏറ്റവും കൂടുതലുള്ളത് പെന്തിക്കോസ്ത് കോളത്തിൽ. ഈ സാധാരണ ലോക മനുഷ്യർക്ക് അത്രയും ഇല്ല. അവൻ രക്ഷപ്പെടുന്നെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ, അവന്റെ കാര്യം നോക്കി പോകണം, ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ ആത്മീയ കോളത്തിൽ അങ്ങനല്ല. അസൂയ ഏറ്റവും വലുതാണ്, ഭയങ്കര അസൂയ. അതിന്റെ ഒരു തെളിവ് 73-ാം സങ്കീർത്തനത്തിലുണ്ട്. 73-ാം സങ്കീർത്തനം നമുക്ക് കാണാപ്പാടുന്നു, ദൈവം ഇസ്രായേലിന്റെ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നിയത്. ഈ ആസാഫ് ആരാന്നറിയാമോ? സഭയിൽ വർഷിപ്പ് ലീഡറായിരുന്നു. പുള്ളി ആരാധിക്കും, എല്ലാവരും കൊണ്ട് ആരാധിപ്പിക്കും. പക്ഷെ പുള്ളി ഭയങ്കര അസൂയയുടെ കൂടായിരുന്നു. ഈ അന്യഭാഷ പറയുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലെന്നാ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. കാരണം അന്യഭാഷ പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അസൂയ വെച്ചുകൊണ്ട് അന്യഭാഷ പറയുന്നവരുണ്ട്. സ്തോത്രം. ഒരു കാര്യം പറയാം, ഈ ആമേൻ അവസരത്തിൽ ശൗലിന് വേണേ പറയാമായിരുന്നു, ഉപ്പാപ്പ ഞങ്ങൾ കഴുതി അന്വേഷിച്ചു പോയി, കാണാകിയാൽ ശൗമ്യൻ്റെ അടുത്ത് പോയി, ഞങ്ങൾക്കന്ന് രാത്രിയിൽ വിശ്രമിക്കാൻ അവസരം തന്നു, നല്ല ഭക്ഷണം തന്നു. രാവിലെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെടാൻ നേരത്ത്
എൻ്റെ കൂടെയുള്ള ഭൃത്യനെ മുൻപോട്ട് വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നോട് യഹോവയുടെ ആമേൻ അരുളപ്പാട് അറിയിക്കാൻ നീ അല്പം നിൽക്കാൻ പറഞ്ഞു. എന്നെ പിടിച്ചു നിർത്തി എൻ്റെ തലമേൽ അഭിഷേക തൈലം ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് വരെയും ഇസ്രായേലിൽ ഒരു രാജാവില്ല. ആമേൻ. ഇസ്രായേലിന്റെ രാജാവ് യഹോവയായ ദൈവമായിരുന്നു. അപ്പോ ഇന്നു മുതൽ നീ ഇസ്രായേലിന്റെ രാജാവാ എന്ന് പറഞ്ഞ് എന്നെ അഭിഷേക തൈലം ഒഴിച്ച് രാജാവാക്കി. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഇവിടുത്തെ രാജാവാ. ഉപ്പാപ്പനാന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല. മര്യാദയ്ക്ക് നടന്നോണം, അല്ലെ മര്യാദയ്ക്ക് നിന്നോണം, ഞാൻ രാജാവാ എന്ന് പറഞ്ഞില്ല. ആ വിഷയത്തിൽ ശൗല് മൗനം പാലിച്ചു. ദൈവം കരുതും, നിശ്ചയമാണ്. ദൈവം ഒരുക്കും, നിശ്ചയമാണ്. ചില കാര്യത്തിനകത്ത് നമ്മൾ ആമേൻ സ്തോത്രം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എല്ലാം ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. ഇതൊക്കെ ദൈവത്തിന് മാറ്റാൻ കഴിയും. ഏത് പ്രതിബന്ധങ്ങളും, ഏത് പ്രതിസന്ധികളും, ഏത് പ്രശ്നങ്ങളും ദൈവത്തിന് മാറ്റാൻ പറ്റും. പക്ഷെ ദൈവവചനത്തിനകത്ത് ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. സ്തോത്രം. അതിന്റെ മറ്റൊരു തെളിവാണ് യേഹൂവിനെ അഭിഷേകത്തിന്റെ തൈലക്കൊമ്പും ആയി പറഞ്ഞച്ച പ്രവാചകൻ ആമേൻ ഒരു കാര്യം പറഞ്ഞു, നീയെ സ്നേഹിതന്മാരുടെ ഇടയിൽ ഇരിക്കുന്ന അവനെ വിളിച്ചുൾമുറിയിൽ കൊണ്ടുപോയി അവന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കണം. അതെന്താ, സ്നേഹിതന്മാരുടെ മുമ്പിൽ വെച്ച് കൊടിച്ചാൽ പോരായിരുന്നു? അറിയായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ദൈവസേന ചില വിഷയങ്ങൾ നമ്മൾ ഏകാഗ്രതയോടെ ആമേൻ രഹസ്യ സ്വഭാവത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കാര്യം സാധിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതിനകത്ത് ദൈവത്തിന്റെ കരുതലുണ്ട്. പക്ഷെ നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. മറ്റൊരു ഭാഗമാണ്, ഒരിക്കൽ പൗലോസിനെ കൊല്ലാൻ ചില പതിയിരിപ്പുകാരെല്ലാം കൂടെ പദ്ധതിയൊരുക്കി. പക്ഷെ അന്ന് രാത്രിയിൽ പുസ്തകം പറയുന്ന പൗലോസിനെ കൊട്ടയിലൂടെ ആമയെ കെട്ടി മതിലിലൂടെ അദ്ദേഹത്തെ ഇറക്കി വിട്ടു. എന്ന് വെച്ചാൽ പടയാളികളുടെ കണ്ണിപ്പെടാൻ. എന്താ പൗലോസിനെ പറഞ്ഞാൽ പോലെ എന്നെ കൊല്ലാൻ വേണ്ടി പതിയിരിക്കുന്നവന്മാരെല്ലാം കത്തുപോകട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെല്ലാം മറ്റൊരു തലത്തിലേക്ക് ആകട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ലേ? സംഭവിക്കും. പക്ഷെ എല്ലാ കാര്യത്തിലും ദൈവം ഒരു ദൃഷ്ടാന്തം വെച്ചിട്ടുണ്ട്. അത് ദൈവവചനത്തിനകത്ത് നമുക്ക് സാക്ഷ്യത്തിനായി എഴുതപ്പെട്ടതാണ്. നമ്മളത് കരുതിയെങ്കിലേ, നമ്മളത് ശ്രദ്ധിച്ചെങ്കിലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയാറുണ്ട്. യോസഫ് സ്വപ്നം കണ്ടു. നമുക്കെല്ലാം ഓരോ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ പിള്ളേരുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ഓരോ ക്രമീകരണങ്ങളെക്കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ട്. ഇനി ദൈവദാസന്മാരാണ്, ശുശ്രൂഷയിൽ അവർക്ക് എന്തായിത്തീരണം, എങ്ങനെ, ഏത് മേഖലയിൽ അവർ ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടണം, അവർക്കൊരു സ്വപ്നമുണ്ട്. വിദ്യാഭ്യാസം ചെയ്യുന്നവരാണോ, അവർക്കൊരു സ്വപ്നമുണ്ട്, തന്റെ വിദ്യാഭ്യാസം ഏത് ലെവലിൽ എത്തണം. സ്തോത്രം. ജോലി ചെയ്യുന്നവരാണോ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് അവർ ഏത് സ്ഥാനത്ത് എത്തണമെന്ന് അവർക്കൊരു സ്വപ്നമുണ്ട്. സ്തോത്രം. സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ആമേൻ സ്തോത്രം ചിലര് നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാധീനിക്കപ്പെടാനിടയാകരുത്. അവരുടെ ഇടപെടലുകൾ നമ്മുടെ സ്വപ്നത്തെ തടയാനിടയാകരുത്. യോസഫ് കണ്ട സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ ഈ സഹോദരന്മാര് ആത്മീയരൊന്നുമല്ല, അവര് പൂർണ്ണ ജഡീകരാണ്. സ്തോത്രം. പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ പറഞ്ഞു വന്ന സ്വപ്നത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും എല്ലാവരും പറയരുത്. നമ്മൾ പറയുന്നതിന്റെ അർത്ഥം ഒരുപക്ഷെ നമുക്കറിയത്തില്ല, പക്ഷെ കേൾക്കുന്നവനറിയാം. യോസഫിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം യോസഫിന് മനസ്സിലായില്ല, പക്ഷെ പക്ക ജഡീകന്മാർക്ക് മനസ്സിലായി. ഈ ജഡീകന്മാർ അർത്ഥം വ്യാഖ്യാനിച്ചു. അവര് പറഞ്ഞെന്നറിയോ, ഇവൻ പറഞ്ഞു വരുന്നത് ഇവൻ നമ്മുടെ രാജാവാകുമെന്ന്, ഇവൻ നമ്മളെ വാഴുമെന്ന്. കണ്ടോ, ദൈവമായിട്ടൊരു ബന്ധവുമില്ല, ആത്മീയ വിഷയത്തിൽ ഒരു നിലയിലും ഒരു മുൻപന്തിയിലല്ല. അവരെ കുറിച്ച് യോസഫ് 37 അധ്യായത്തിന്റെ ആരംഭത്തിൽ യോസഫ് അപ്പനോട് പറയുന്നത് പരാതിയാണ്. എന്താ വെച്ചാൽ അവരുടെ വഴിവിട്ട ജീവിതം, തെറ്റായ മാർഗം, അവരെ ഉപദേശിച്ച് നേർവഴിക്ക് നോക്കാൻ നോക്കിയതാ യോസഫ്. ഇവർ തെറ്റായ മാർഗ രീതിയുള്ളവരാ. പക്ഷെ ഇവർക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്.
ഏത് സ്വപ്നം അവർ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് എല്ലാ കാര്യവും എല്ലാവരും പറയരുത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ചർച്ചിലൊരു പ്രവാചകൻ വന്നു, നമ്മളൊരു ദൂത് പറഞ്ഞു. ശക്തമായ വളരെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഭാവി കാലത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നമ്മളോട് കൃത്യമായി സംസാരിച്ചു. അന്ന് ആ യോഗം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് അന്നത്തെ യോഗത്തിൽ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കും. ഞാനൊരു പേരൊക്കെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ സഹോദരി വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്ത് അന്ന് യോഗത്തിന് വരാത്ത കൂട്ടു വിശ്വാസിയായിരിക്കുന്ന ലീലാമ്മ വിളിച്ചു. ലീലാമ്മേ, എടീ, ഇന്നത്തെ യോഗത്തിൽ ഒരു ദൈവദാസം വന്നായിരുന്നു, നീ വന്നില്ലല്ലോ. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് പറഞ്ഞ ദൂതും നീ കേൾക്കണം, പിന്നെ ശരിക്കും അങ്ങ് വറുത്തരയും, മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങ് അവതരിപ്പിക്കും. ഇത് കേൾക്കുന്ന ലീലാമ്മ അപ്പുറത്തിരുന്നുകൊണ്ട് നെടുവീർപ്പിടും. ഒരു നെടുവീർപ്പിടൽ. അതോടുകൂടി നമ്മുടെ ദൂതും നമ്മുടെ മാറ്റത്തും എല്ലാം വെറുതെ ആയി. ദൈവം കരുതാൻ വിശ്വസ്തനാണ്. പക്ഷേ യാബോക്കിങ്കിൽ വെച്ച് യാക്കോബ് ഒറ്റയ്ക്കാ മല്ല് പിടിച്ചത്. എല്ലാ അക്കരെ കടത്തി. കാരണം ഇവരെല്ലാം കൂടെ ഉള്ളപ്പോൾ ഇവരെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് പുള്ളിക്ക് വേണം ദൂതൻ കൊണ്ട് മല്ല് പിടിച്ച് ദൂതനെ തോപ്പിച്ചെന്ന് എന്ത് ചെയ്യാം, ഒരു തെളിവിന് ഞാൻ ദൂതനെ തോപ്പിച്ചത്, ദൂതനെ മല്ല് പിടിച്ച് തോപ്പിച്ച് കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു വേണേ പുള്ളിക്ക് അവരെ കൂടെ കൂട്ടി നിർത്തി അവരുടെ മുമ്പാകെ വെച്ച് ദൂതനോട് മല്ല് പിടിക്കായിരുന്നു. ചെയ്തില്ല. എല്ലാത്തിനെയും അക്കരെ കടത്തി. ഒറ്റയ്ക്ക് നിന്ന് മല്ല് പിടിച്ചു. അനുഗ്രഹം പ്രാപിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവം എല്ലാം കരുതിയിട്ടുണ്ട്, ദൈവം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ചില വിഷയത്തിൽ ഒറ്റയ്ക്ക് മല്ല് പിടിക്കണം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. ചിലരോട് പരസ്യപ്പെടുത്തുന്ന മതിയാക്കുക. നമ്മുടെ വായിലെ വാക്കാണ് നമ്മുടെ ബന്ധനം. നമ്മൾ പറയുന്ന പല വാക്കുകളും നമുക്ക് ബന്ധനമായി മാറും. ദൈവം കരുതിയിട്ടുണ്ട്, നിശ്ചയമാ. ദൈവം അത് തരും, നിശ്ചയമാ. പക്ഷെ ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്തോത്രം. സഹോദരന്മാര് പറഞ്ഞു, ഇവൻ നമ്മുടെ രാജാവാണ്, ഇവൻ നമ്മളെ വാഴും, ഇവൻ ഇതായി പറഞ്ഞൊപ്പിക്കുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് യോസഫിന് കാര്യം മനസ്സിലായില്ല. അവർക്ക് അവനോട് സ്നേഹമല്ല തോന്നിയത്, പകയാ. സ്തോത്രം. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ യോസഫ് ഇവരാൽ പകയ്ക്കപ്പെട്ടിട്ടും സ്വപ്നം നിന്ന് പോയില്ല. സ്വപ്നം നിന്ന് പോയില്ല. വീണ്ടും സ്വപ്നങ്ങൾ. മുമ്പ് കണ്ട സ്വപ്നം അറിയാം. ഒരു വയൽ കൊയ്ത് നടക്കുക. യോസഫുണ്ട്, യോസഫിന്റെ ജ്യേഷ്ഠന്മാരുണ്ട്, ഇവരെല്ലാം കൂടെ ഒരുമിച്ചാ ഒരു വയൽ കൊയ്യുന്നത്. കൊയ്ത് കറ്റ ഈ കണ്ടത്തിൽ ഇങ്ങനെ കൊയ്ത് കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. കൂട്ടത്തിലൊരു കറ്റ, യോസഫിന്റെ കറ്റ. അതാരും പിടിക്കണ്ട, ഒരു കൈ താങ്ങില്ല, ഒരു വിരലുകൊണ്ട് പോലും പിടിച്ചു പൊക്കാതെ തന്നെ എഴുന്നേറ്റ് നമ്മൾ നിൽക്കുകയാണ്. ഇത് നിൽക്കുന്ന കണ്ടപ്പോ ഈ ജ്യേഷ്ഠന്മാരുടെ കറ്റ യോസഫിന്റെ കറ്റയെ നമസ്കരിക്കുന്നു. അതാ സ്വപ്നം. പണ്ട് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. ഞാൻ കുട്ടനാടുകാരനായതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പോ നെൽകൃഷി. ഇന്നൊക്കെ ആ കൊയ്ത്ത് മെഷീനൊക്കെ വന്നു. അന്ന് കൊയ്ത്തൊന്നുമില്ല, ആളുകൾ ഇറങ്ങി കൊയ്യുക. ഞങ്ങൾക്ക് കൃഷിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് ഞങ്ങൾ തന്നെ കൊയ്യത്തുള്ളൂ. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ സഹോദരിമാരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊയ്യുന്ന നെല്ല് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കൊടുത്ത് ബാക്കി 10,000. അപ്പോ പുറത്തുനിന്ന് മറ്റാൾക്കാരെ ഇറക്കി കൊയ്ച്ചാൽ നമ്മൾ അവർക്ക് അതിൻ്റെ നാടൻ ഭാഷ പറഞ്ഞ പദം കൊടുക്കണം. 7-1 അവർക്ക് അളന്നു കൊടുക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം അറിയുന്നവർക്കറിയാം, 7 പ്രാവശ്യം ഇങ്ങോട്ടൊരു മേഖല പറക്കി അളന്നാൽ ഒരു പറ തിരിച്ചളന്ന് അവർക്ക് കൊടുക്കണം. ഈ കൊയ്തവർക്ക് കൊടുക്കും. ഇത് നമ്മൾ തന്നെ കൊയ്താൽ ഇതാർക്കും കൊടുക്കണ്ട. അപ്പം എൻ്റെ അപ്പനും അമ്മയും ജ്യേഷ്ഠനും സഹോദരിമാരും എല്ലാം ഞങ്ങൾ തന്നെ കൊയ്യും. ഞാനും കൊയ്യും. എനിക്ക് കൊയ്ത്തറിയത്തില്ല. അപ്പോ ഈ എൻ്റെ അപ്പനും സഹോദരങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ ഈ കതിരിന്റെ താഴെ വെച്ചാ കൊയ്യുന്നത്. കറ്റയ്ക്ക് വലിയ നീളം കാണുക. ഞാൻ കൊയ്യുന്നത് ചോട്ടിന്നാണ്. എനിക്ക് കൊയ്ത്തറിയില്ല. എൻ്റെ കറ്റയ്ക്ക് ഈ നീളം കാണും, വലിയ നീളമാണ്.
അപ്പൊ എൻ്റെ അപ്പം പറയും, നീ കൊയ്ത കറ്റ നീ അങ്ങ് ചുമന്നാ മതി, ഞങ്ങളാരും ഈ കച്ചി ചുമക്കുകയാണ്. സ്തോത്രം. Praise the Lord. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത്, ഈ കൊയ്ത് കറ്റ കണ്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കറ്റച്ചാക്ക് എന്ന് പറയുന്നൊരു പരിപാടി. കറ്റച്ചാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക് ചാക്ക് കീറി 4 വശത്തും കയറ് കെട്ടി അതിനകത്താണ് കറ്റ കെട്ടി കൊണ്ടുവരുന്നത്. ഇത് കറ്റ കെട്ടി ഒരാൾക്ക് എത്ര കറ്റ എടുക്കാമോ അത്രയും കറ്റയുടെ കനത്തിൽ അത് കെട്ടി 4 പേര് കൂടി പിടിച്ച് ദേഹത്തിന്റെ തലയിൽ വെച്ച് കൊടുക്കുക. എന്ന് ഞാനൊരു കാര്യം പറയാം, ഈ കറ്റ ഒരു മനുഷ്യൻ ചുമന്ന് വേണം കളത്തിക്കൊണ്ടിടാൻ. പക്ഷെ എൻ്റെ ആയുസിൽ ഇന്ന് വരെ ഒരു കറ്റ തന്നെ എഴുന്നേറ്റ് കട്ടമേ കളത്തി വന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ യോസേപ്പിന്റെ കറ്റയുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ സഹായം വേണ്ട, ആരും കരസ്പർശനത്താലല്ല, തന്നെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. ഞാനൊരു കാര്യം പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിലംപരിചായി പോകുകയില്ല, നിങ്ങൾ വീണ് കിടക്കത്തില്ല, നിങ്ങളുടെ തല കുനിയത്തില്ല. നിങ്ങളെ ദൈവം നിവർത്തി നിങ്ങളുടെ തല ദൈവം ഉയർത്തി, ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ വീഴ്ച കാണാം, നിങ്ങളുടെ തകർച്ച കാണാം, നിങ്ങളുടെ പരാജയം കാണാം, നിങ്ങളുടെ ഇല്ലായ്മ കാണാം, നിങ്ങൾ ഞെരുങ്ങുന്നത് കാണാൻ, നിങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടുന്നത് കാണാൻ, നിങ്ങൾക്ക് വേണ്ടി കരുക്കൾ നിൽക്കുന്നവരുടെ മുമ്പാകെ ദൈവം നിങ്ങളെ നിവരെ നിർത്താൻ ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. ഇതുമല്ല, പരിശുദ്ധാത്മാവ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ദൂത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നും വീണ് കിടക്കത്തില്ല, എന്നും തകർന്ന് കിടക്കത്തില്ല, എന്നും തലകുനിയിരിക്കത്തില്ല, എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ ലജ്ജിക്കപ്പെടത്തില്ല. ദൈവം ഒരു കരുതൽ കരുതിയിട്ടുണ്ട്. ആ സമയമാവുമ്പോൾ ദൈവം കാര്യം നടത്തും, ആ സമയമാവുമ്പോൾ ദൈവം കാര്യം നിവർത്തിക്കും. ഓ യെസ്, ചുടമന അധനജകൽക്കന, അങ്ങനെ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോവാ. തൂരിബികൾ കമനകർഷി, പരിശുദ്ധാത്മാവ് അങ്ങനെ വ്യക്തമായി ഇടപെടുന്നു, ദൈവാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. അങ്ങനെ ഒരു ആലോചന ഇതിനകത്ത് നിങ്ങളോട് അറിയിപ്പാനുണ്ട്. സ്വപ്നം സഹോദരന്മാർക്ക് അത്ര പിടിച്ചില്ല. നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പക്ഷെ അത് ചിലർക്ക് സുഖിക്കുകയല്ല, അത് ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല, അത് ചിലർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് അതിനോട് യോജിക്കാൻ പറ്റുകയില്ല. അവര് അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ, അതിൽ നിന്ന് നമ്മൾ വഴുതിപ്പോകാൻ, അതിൽ നിന്ന് നമ്മളെ മാറ്റാൻ അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തും. അവരുടെ ആദരം നമുക്ക് അനുകൂലമാകത്തില്ല, അവരുടെ ഹൃദയം നമുക്ക് അനുകൂലമാകത്തില്ല. അവര് നമ്മളെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിക്കാമോ അങ്ങനെയെല്ലാം ദ്രോഹിക്കും. പക്ഷെ ഒരു കാര്യം, ദൈവം കരുതി വച്ചിരിക്കുന്നത് പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം. അതിനുവേണ്ടി നമ്മളെ തന്നെ മുഴുവനായി സമർപ്പിക്കാൻ തയ്യാറാകും. നോക്കണേ, ഈ സാഹചര്യത്തിൽ സഹോദരന്മാരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഒരു മനുഷ്യന് 3 പോരാട്ടമുണ്ട് കേട്ടോ, 3 പോരാട്ടമുണ്ട്. ഒന്ന് പിശാചിൽ നിന്നാണ്. അതെങ്ങനെ ജയിക്കും? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ജയിക്കും. സ്തോത്രം. നിങ്ങൾക്ക് പിശാചിൽ നിന്ന് പോരാട്ടമുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, ഉപവാസവും പ്രാർത്ഥനയും മതി, ജയിക്കാം. പിശാച് ഓടും, അവൻ പുറയ്ക്കും, അവന് നിങ്ങളോട് അടുക്കാൻ ഒക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ അവന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, അവൻ ഓടിക്കളയും. കാരണം ഉപവസിക്കുന്നവനെന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനൊരു തീക്കനല, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടൊരു കൊള്ളിയാ, അടുക്കുകയല്ല. രണ്ടാമത്തെ പോരാട്ടം താൻ നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന്, അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന്. അത് ഒന്ന് ഉപവാസവും പ്രാർത്ഥനയും മാത്രമല്ല, ബുദ്ധി കൊണ്ട് ജയിക്കാം. ബുദ്ധി കാണും, ബുദ്ധിയോടെ അതിനെ ജയിക്കാം. എന്നാൽ മൂന്നാമത്തെ പോരാട്ടത്തിൽ ഞാനും നിങ്ങളും എല്ലാം പരാജയപ്പെടാം. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, സ്വന്തം വീട്ടിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, സഭാവിശ്വാസികളിൽ നിന്ന് ഒക്കെ നമുക്ക് പോരാട്ടം ഉണ്ടാകും. ഈ പോരാട്ടത്തിൽ പലരും തകരും. അത് വേദപുസ്തകത്തിൽ ഞാൻ തെളിവ് തരാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് യോസേപ്പിന്റെ സഹോദരന്മാരാ.
അവരവനെ പകച്ചു. പക്ഷെ അവന്റെ മേലുള്ള ദർശനം അവൻ ഉയർന്നു. 2, ദാവീദ് ഒരു കാര്യം പറഞ്ഞു. 27-ാം സങ്കീർത്തനം 10-ാം വാക്യം, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർക്കും. അപ്പനും അമ്മയും ഉപേക്ഷിച്ചു പോരാ, അവന്റെ സ്നേഹിതനാകുന്ന അഹീതോഫേൽ, അപ്പോൾ തന്നെ അവന്റെ മകനാകുന്ന അബ്ശോലോം ദാവീദിനെ ദോഷിച്ചു. പക്ഷെ അവന്റെ മേലൊരു അഭിഷേകം കിടപ്പുണ്ട്. ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ ഉയർച്ച പ്രാപിച്ചു. സ്തോത്രം. 3, ഇയ്യോബിനോട് തന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. അത് ഉപേക്ഷിച്ചിട്ട്, അത് ത്യജിച്ച് പറഞ്ഞിട്ട്, ഈ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ചാകാൻ പോകും. നമ്മളാണ് അന്നേരം കയറെടുക്കും, എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ടല്ലോ, ഞാൻ എത്രത്തോളം അവളെ കരുതി, അവൾക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടു, ഉറക്കമില്ലാതെ ദാഹം പോലും ഇല്ലാതെ വേലയെടുത്ത് അവൾക്ക് ഞാൻ ചെലവിന് കൊടുത്തിട്ട് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ. സ്വതം അവൾക്ക് എന്നോടൊരു സ്നേഹമില്ലല്ലോ, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നേ? അന്നേരം കയറെടുക്കും. പക്ഷേ ഇയ്യോബിന്റെ മറുപടി കേട്ടോണം, എടി നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കും, എന്നാ വെളിപ്പാട്. ഞാനൊരു കാര്യം പറയാം, കുടുംബജീവിതത്തിനകത്ത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തോ ഉള്ള പവിത്രത നഷ്ടപ്പെടുത്തുന്ന സംസാരം നമ്മൾ ഉപേക്ഷിക്കണം. ഭർത്താവിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കരുത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജോലിയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം, ചിലപ്പോൾ വീട്ടിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ചില കടഭാരങ്ങളായിരിക്കണം. വീട്ടിലിരിക്കുന്ന ചില സഹോദരിമാർക്ക്, ജോലിയുള്ളവർക്കല്ല, ജോലിയില്ലാത്ത ചില സഹോദരിമാർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ജോലിയുള്ളവർക്കും ഉണ്ടാകാം ചില ചിന്താഗതികളുണ്ട്. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ടും ഇദ്ദേഹം വേറൊരു മാർഗത്തിലൂടെ ഈ പൈസ എല്ലാം വെറുതെ കൊണ്ട് കളയുക. എന്റെ കാര്യത്തിലും വീട്ടുകാര്യത്തിലും ഇദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുറിവും വേദനയും ഭാര്യയോടും മക്കളോടും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ താൻ ഇതെല്ലാം ഒറ്റയ്ക്ക് ഹൃദയത്തിൽ വഹിക്കുന്നതാകാം. ദൈവം ഇതിനൊരു പരിഹാരം വരുത്തും, ദൈവം ഇതിനകത്തൊരു അത്ഭുതം ചെയ്യും. അങ്ങനെ താൻ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. എന്റെ വിഷയം, എന്റെ ഭാരം, എന്റെ ബുദ്ധിമുട്ട്, ഞാൻ കടന്നു പോകുന്ന സങ്കടം എന്റെ ഭാര്യയോട് പറഞ്ഞാൽ അവൾക്ക് ഉണ്ടാകുന്ന മനോവിഷമം എന്തായിത്തീരുമെന്ന് ഒരു പക്ഷെ പറയാത്തതായിരിക്കാം. എന്നാൽ ചില ബോധമില്ലാത്ത സ്ത്രീകളുണ്ട്. അവരുടെ വാക്ക്, ഭർത്താവിനോട് നല്ല വാക്ക് പറയാത്ത ചില സ്ത്രീകളും നല്ല വാക്ക് പറയുക. നോക്കട്ടെ, ഈ സഹോദരി ഇയ്യോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീനക്ക് ഇപ്പോഴും ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാണമില്ലേ, അത് കളഞ്ഞിട്ട് പോയി ചാകാൻ പറഞ്ഞു. ഇയ്യോബ് അത് ശ്രദ്ധിച്ചില്ല, ഇയ്യോബ് അതിന് ശ്രമിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊണ്ടു, തിന്മയും കൈക്കൊള്ളരുതോ. സ്തോത്രം. ഒരു കാര്യം പറയാം പ്രിയരെ, എപ്പോഴും നന്മ മാത്രമല്ല, ചില തിന്മയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഞാനും നിങ്ങളൊക്കെ അതിലൂടെ പോയിട്ടുള്ളവരാ, പൊക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതൊക്കെ ഉണ്ടാകും, ഏതൊക്കെ മേഖലയിലൂടെ നമ്മൾ പോകേണ്ടി വരുമെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം, അതിൻ്റെ എല്ലാം നടുവിലും ദൈവത്തെ തള്ളി പറയാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമുക്ക് ഇവിടെ കരുതിയ നന്മ കാലങ്ങൾ കഴിയുന്നതിന് മുമ്പേ, സംവത്സരങ്ങൾ തീരുന്നതിന് മുമ്പേ ദൈവം തരാൻ വിശ്വസ്തനാണ്. എന്നൊരു ശാന്തമായ ദൂത പറയും. എനിക്കിന്നൊരു ശാന്തമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ നിയോഗിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറയുക. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ യോസഫ് സഹോദരന്മാരോട് പറഞ്ഞ ഈ സ്വപ്നം അവർക്കത്ര രസിച്ചില്ല, അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അവരവന്റെ സ്വപ്നത്തിന് കേടുവരുത്താൻ നോക്കി. അതിനെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൂക്കുകേറിടാൻ നോക്കി. എന്നാൽ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ രീതിക്ക് ഇവനെ വരുതിയിലാക്കാൻ നോക്കി. പക്ഷെ ഒരു കാര്യം, യോസഫിന്റെ സ്വപ്നം കെട്ടുപോയില്ല കേട്ടോ. അവൻ വീണ്ടും സ്വപ്നം കണ്ടു. മുമ്പ് കണ്ട സ്വപ്നം നിഴലായിരുന്നു, നേരിൽ പറഞ്ഞ നിഴലായിരുന്നു. പക്ഷെ പ്രതികൂലത്തിന്റെ സാഹചര്യം വർദ്ധിച്ചപ്പോൾ സ്വപ്നത്തിന്റെ അർത്ഥവത്തായ പൊരുൾ വെളിപ്പെട്ടു, കുറച്ചുകൂടെ വ്യക്തത വന്നു. ഞാനൊരു കാര്യം പറയാം, പ്രതികൂലം ജീവിതത്തിൽ വരുന്നത് തകർച്ചയ്ക്കല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടുപ്പം വർദ്ധിപ്പിക്കാൻ,
അതിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ, കുറച്ചുകൂടെ അടുത്തറിയുന്ന ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാൻ, കുറച്ചുകൂടെ ദൈവികമായ വെളിപ്പാടിന്റെ ആഴങ്ങൾ നമ്മൾ പ്രാപിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. സ്തോത്രം. സ്വപ്നം രണ്ടാമത് നാം കണ്ടത് വ്യക്തമായ സ്വപ്നം. ആ സ്വപ്നത്തിനകത്ത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഈ യോസേപ്പിനെ നമസ്കരിക്കുന്നുണ്ട്. യോസേപ്പിനെ നമസ്കരിക്കും. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളോടെ യോസേപ്പിനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു വെളിപ്പാടാ! മുമ്പത്തെ കറ്റയും ഇപ്പോഴത്തെ സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള വ്യത്യാസം എന്തുമാത്രം വലിയ വ്യത്യാസമാണ്! എത്ര 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 എന്താ പറയുന്ന വ്യത്യാസം അതിനകത്തുണ്ട്. ആ സ്വപ്നം കണ്ടിട്ട് അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം മനസ്സിലായി കാണത്തില്ലായിരിക്കാം. വേറെ കാര്യമുണ്ട്. ജോസഫ് മുമ്പ് കണ്ട സ്വപ്നത്തിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രം. അന്ന് തന്റെ അനുജനാകുന്ന ബെന്യാമിൻ ജനിച്ചിട്ടില്ല. കണ്ടോ? ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം കരുതുന്ന ഒരു പദ്ധതി നോക്കണം. അന്ന് വരെ ജനിച്ചിട്ടില്ലാത്ത തന്റെ അപ്പന്റെ മക്കളിൽ അപ്പോൾ ഇളയവനായിരിക്കുന്ന ഇഷ്ടപുത്രൻ, ഓമനപുത്രനായിരിക്കുന്ന യോസഫിനൊരു അനിയൻ ജനിച്ചിട്ടില്ല. പക്ഷേ ജനിക്കാതെ ബെന്യാമിനെ കൂടെ സ്വപ്നത്തിൽ 11 നക്ഷത്രത്തിൽ ഒരു നക്ഷത്രം ബെന്യാമിനാണ്. ബെന്യാമിനെ കൂടെ ഉൾപ്പെടുത്തി ദൈവം. സ്തോത്രം. ഒരു കാര്യം പറയാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുമ്പോൾ നിങ്ങൾ ഇന്ന് കാണാത്ത, നിങ്ങൾ ഇന്ന് അറിയാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ബന്ധപ്പെട്ടിട്ടില്ലാത്ത മേഖലകളിൽപ്പെട്ടവരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി നിങ്ങളുടെ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കരുതൽ നിങ്ങൾക്ക് കൃത്യതയോടെ, വ്യക്തതയോടെ ദൈവം തെളിയിച്ചു തരും. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് യോസഫ് കണ്ട രണ്ടാമത്തെ സ്വപ്നത്തിനകത്ത് തനിക്ക് ഒരു കൂടപ്പുറപ്പ് ജനിക്കുന്നതിന് മുമ്പ് സ്വർഗം അവനെ മുന്നറിയിച്ചു. ജനിച്ചിട്ടില്ലാത്ത ഒരു ബെന്യാമിൻ 11ാമത്തെ ഒരു നക്ഷത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക് ഞാൻ പറയാം. ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ചില നമ്പറുകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ കാണാത്ത ചില നമ്പറുകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ ഭാവിക്ക് വേണ്ടി. പരിശുദ്ധാത്മാവ് അങ്ങനെ വെളിപ്പാട് പറയുക. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചില നമ്പർ ഇട്ട് ദൈവം മറുപടി അയക്കാൻ പോകും. ഇപ്പോഴില്ലാത്ത ചിലരെ കൂടെ രംഗത്ത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ നീതി നിങ്ങളിൽ വെളിപ്പെടുത്താൻ പോകും. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്താൻ പോകുക. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ പറയുമ്പോൾ, ഈ ദൂത് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദൂത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ആത്മാവ് ആ നിലയിൽ ഒരു വിടുതലായി അങ്ങനെ ഒരു ദൈവിക പദ്ധതി അതിനകത്ത് വെളിപ്പെട്ടു. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നത് ഈ സ്വപ്നം യോസഫ് അപ്പനോട് പറഞ്ഞതാണ്. മുമ്പ് സഹോദരന്മാരോടാ പറഞ്ഞത്, അപ്പൊ അപ്പനോട് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത് അപ്പനും മക്കളോട് കരുണ തോന്നുന്നു പറയുന്നു. അമ്മയ്ക്കൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അമ്മമാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിണങ്ങുന്നതിനോട്. അമ്മയ്ക്കൊന്നും എഴുതിയിട്ടില്ല. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും. പക്ഷെ അപ്പനും മക്കളോട് കരുണ തോന്നും. ഇന്നത്തെ അപ്പന്മാരുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. ഇന്നത്തെ അപ്പന്മാരിൽ പലരും മക്കളോട് കരുണയില്ലാത്ത അപ്പന്മാരുണ്ട്. ഞാനൊരു അപ്പനായതുകൊണ്ട് എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. സ്തോത്രം. അപ്പോ ഏതൊരു കാര്യവും പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അപ്പനാണ്. സ്തോത്രം. എൻ്റെ മോള് +2 പഠിക്കുന്നത്. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എല്ലാ കാര്യം എന്നോട് ഷെയർ ചെയ്യും.
എല്ലാ കാര്യം പറയും. ഇന്നും വൈകുന്നേരം എന്നെ വിളിച്ചപ്പോൾ ഒത്തിരി കാര്യം, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, സ്കൂളിലെ വിഷയങ്ങളെല്ലാം എന്നോട് പറയും. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും. ഓരോ കുട്ടികളുടെയും രീതികളും സംസാരങ്ങളും പ്രവർത്തികളും എല്ലാം പറയും. അത് അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ്. ഒരു കൂട്ടുകാരനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ ഒരു അപ്പൻ മക്കളോട് ഇടപെട്ടാൽ അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കാൻ തയ്യാറായ അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകത്തില്ല. നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. പിള്ളേരെ കേൾക്കാൻ നേരമില്ല, ഭാര്യയെ കേൾക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല. ഭാര്യ അപ്പുറത്തിരുന്ന് ഇങ്ങനെ വെക്കുന്നു, ഭർത്താവ് ഇപ്പുറത്തിരുന്ന് ഇങ്ങനെ വെക്കുന്നു, മക്കളെല്ലാം കൂടെ അങ്ങ് 4 മൂലയ്ക്ക് ഇരുന്ന് വെക്കുന്നു. നമുക്കൊന്നിനും നേരമില്ല. അപ്പനും മക്കളുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ടായിരിക്കും. ഒരു വീട്ടിൽ അഭേദ്യ ബന്ധമുണ്ടായിരിക്കും. മക്കൾക്ക് എന്തും തുറന്നു പറയാൻ, അപ്പനോട് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. സ്വതന്ത്രമായി തങ്ങളുടെ ഹൃദയത്തിലെ വിഷയങ്ങൾ, വിചാരങ്ങൾ, ഭാരങ്ങൾ, അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, അവർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് അപ്പനോട് പറയാൻ ഒരു അനുവാദമുണ്ട്. ചില അപ്പന്മാർ കടിച്ചു കളഞ്ഞില്ലും, ചെന്നായി പോലെ അടാ എന്ന് പറഞ്ഞ് പിള്ളേരെ ശാസിച്ച് ഓടിക്കാറുണ്ട്. അങ്ങനെ ആകരുത്. യോസേപ്പ് ചെന്ന് അപ്പനോട് പറഞ്ഞു. അപ്പൻ ഈ സ്വപ്നം കേട്ടോ. അപ്പൊ സ്വപ്നം കേട്ടിട്ട് 2 കാര്യം അപ്പൻ ചെയ്തു. ഒന്ന്, അപ്പൻ ഈ സ്വപ്ന ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മളെല്ലാം പ്രവചനം കേൾക്കുന്നവരാ. ദൈവം എന്നെ ഏൽപ്പിക്കുന്ന, പക്ഷെ ഞാനും പ്രവചനാത്മാവിൽ ദൈവാലോചന പറയുന്ന ഒരാൾ. ചുമ്മാ അതും ഇതും പറയുകയല്ല. ദൈവം ഏൽപ്പിച്ച പറയും, ഇല്ലേ പറയുകയല്ല. വചനം പ്രശ്നം. ഒരു കാര്യമുണ്ട്, ഏൽപ്പിച്ചാൽ പറയണം, പറഞ്ഞാൽ നടക്കണം, ഇല്ലെങ്കിൽ പറയാൻ പോകരുത്. നമ്മളിലൂടെ ദൈവാത്മാവോട് ദൂത് പറഞ്ഞാൽ നടക്കണം. സ്തോത്രം. ഈ കേൾക്കുന്ന ദൂത് സംഗ്രഹിക്കണം. ചിലരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവദാസന്മാർ ദൂത് പറയാൻ, ഇപ്പോഴൊക്കെ മൊബൈൽ ഉള്ളതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യും. നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? ഒരു പക്ഷെ അന്നത്തെ ആ സാഹചര്യത്തിൽ ഈ ദൂതെല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന വരികയില്ല, എല്ലാം ഒന്നും ശ്രവിക്കാൻ പറ്റത്തില്ല, എല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് റീവൈൻഡ് ചെയ്യണം, ഒന്ന് റീപ്ലേ ചെയ്യണം. എന്നിട്ട് പതുക്കെ കേട്ട് അതിനുവേണ്ടി മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കും. അത് നിവർത്തിക്കാൻ ദൈവത്തിൽ വിശ്വസ്തനാണ്. പ്രവാചകന്മാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. യോസേപ്പ് അപ്പനോട് കാര്യം പറഞ്ഞു. അപ്പൻ ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ്. പുള്ളിക്ക് മനസ്സിലായി ദൂതൊക്കെ ഏകദേശം കറക്റ്റാ. രണ്ടാമതൊരു കാര്യം അപ്പൻ ചെയ്തു, അവനെ ശാസിച്ചു. ഈ ശാസിക്കാനും സംഗ്രഹിക്കാനും കാര്യമുണ്ട്. ശാസിച്ചതിന്റെ കാര്യം എന്നറിയാമോ? ഈ അപ്പനറിയാം തൻ്റെ മക്കളിൽ യോസേപ്പിന്റെ മൂത്തവന്മാരെല്ലാം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പന്നികളാ. പുസ്തകത്തിലെ പ്രമാണം ഇങ്ങനെ, മുത്ത് പന്നികളുടെ ഇടയിൽ വിതയ്ക്ക് മാറില്ലെന്ന്, വിതച്ചവട്ടികളെ. അതുകൊണ്ട് അപ്പന് മനസ്സിലായി, ഈ കൊച്ചൻ ചെന്ന് ഈ കണ്ട വെളിപ്പാടല്ല ഇവന്മാരോട് പറഞ്ഞ, ഇവന്മാരെല്ലാം കൂടെ ഇവനെ ശരിയാക്കുമെന്ന് അപ്പൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ശാസിച്ചത്. ചില കാര്യത്തിൽ ശാസനം നല്ലതാ. നമ്മളെ പാസ്റ്റർ ശാസിക്കുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കണം. സ്വതന്ത്രം. ഭർത്താവ് ശാസിക്കുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കണം. അമ്മയപ്പന്മാർ ശാസിക്കുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കണം. ചിലർക്ക് ശാസനം ഇഷ്ടമല്ല. യോഗത്തിന് വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരെല്ലാം ചാടുമ്പോൾ ചില ദൈവദാസന്മാര്, ഞാനടക്കം, ഞാനൊക്കെ സഭയിൽ അങ്ങനെ, എനിക്ക് സഭ ചാർജുള്ള ആളാണ്, ശാസിക്കും. പിള്ളേരെ ശാസിക്കും. എൻ്റെ ചർച്ചയിലെ പിള്ളേരൊക്കെ ഞാൻ ശാസിക്കാറുണ്ട്. വഴക്ക് പറയും. യോഗത്തിനടുത്തേക്ക് ഇടയ്ക്ക് എഴുന്നേറ്റ് പോവുക, അടിയ മേഖലയോ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, വർത്താനം പറയുകയോ മൊബൈൽ എടുക്കുകയോ ഒക്കെ ചെയ്താൽ ശാസിക്കും. ഇവിടെ അടങ്ങിയിരിക്കാൻ പറയും, അടിമേടിക്കുന്നു പറയും. ചില അമ്മയപ്പന്മാർക്ക് അത് ഇഷ്ടമല്ല. പാസ്റ്റർ മക്കളെ ശാസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അത് മതി സഭ വിട്ടു പോകാൻ. സ്വതന്ത്രം. ശാസിക്കുന്നത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. അപ്പം ശാസിച്ചു. ഇവന്മാരുടെയൊക്കെ പോയി ഈ കൊച്ചി ചെറുക്കൻ ഈ ദൂതെല്ലാം പറഞ്ഞ്, ഈ വെളിപ്പാടെല്ലാം പറഞ്ഞ്, ഈ സ്വപ്നമെല്ലാം പറഞ്ഞ് അവർക്ക് ഒന്ന് അമ്മമാർക്ക് ഇഷ്ടക്കാടാ. 2 ഇമാര് ജഡീകന്മാരാ. ഇവ
ഇവന്മാർ ഇല്ലാതാക്കുമെന്ന് അപ്പനറിയാം. അതുകൊണ്ടാ ശാസിച്ചത്, വിലക്കിയതാ. പക്ഷെ രണ്ടവൻ യാക്കോബ് ഈ സ്വപ്ന ഹൃദയത്തെ സംഗ്രഹിച്ചതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, യാക്കോബിന്റെ കാര്യം അറിയാം. യാക്കോബും യാക്കോബിന്റെ അപ്പൻ ഇസഹാക്കും ഇസഹാക്കിന്റെ അപ്പൻ അബ്രഹാം, ഇവരോടെല്ലാം ദൈവം സംസാരിച്ചത് സ്വപ്നത്തിലാണ്. എന്ന് വെച്ചാൽ നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സംസാരിച്ചത് സ്വപ്നത്തിലാണ്. അതുകൊണ്ട് ആമേൻ, യാക്കോബിന്റെ കാര്യം മനസ്സിലായി. ഇതൊന്നല്ല, എന്നോട് എന്റെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം എന്റെ മകനാകുന്ന യോസേപ്പിനെ വെളിപ്പെട്ടു വന്നു. അപ്പോ യാക്കോബിന്റെ ഉള്ളിൽ ഒരു കാര്യം ഉറപ്പാക്കി. അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു, എന്റെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം, എന്നോടും എന്റെ പിതാക്കന്മാരോടും സ്വപ്നത്തിൽ സംസാരിച്ച ദൈവം എന്റെ മകനാകുന്ന യോസേപ്പിന് ദൈവം വെളിപ്പെട്ടിരിക്കുക. ഇവൻ കണ്ടത് പേക്കിനാവല്ല, അവൻ കണ്ടത് ദുസ്വപ്നമല്ല, അവൻ എന്നോടും എൻ്റെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദമാകേണ്ടത്. അതിന്റെ കാര്യം നിങ്ങളോട് ഇന്ന് രാത്രി പറയാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ അറിയിക്കും. ദൈവം അത് നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. പക്ഷെ ഒരു കാര്യം, ദൈവം വാഗ്ദത്തങ്ങളെ കുറിച്ച് നിങ്ങളെ അറിയിക്കും, പക്ഷെ വരാനിരിക്കുന്ന പ്രതികൂലങ്ങളെ കുറിച്ച് ദൈവം നിങ്ങളെ അറിയിക്കാറില്ല. നിങ്ങൾക്ക് പ്രതികൂലമുണ്ട്, പക്ഷെ അത് ദൈവം അറിയിക്കത്തില്ല. വാഗ്ദത്തങ്ങൾ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ആ വാഗ്ദത്തങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ കല്ലും മുള്ളും സ്തോത്രം നിറഞ്ഞ അനേക കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ആ കഷ്ടത ദൈവം വെളിപ്പെടുത്തുകയില്ല. പക്ഷെ ഒരു കാര്യം, ആ കഷ്ടതയിലും ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ പറഞ്ഞു കേട്ടൊരു കഥ പറയാം. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരിക്കൽ മനുഷ്യരെല്ലാം മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അപ്പോ ഒരു ഭക്തനായ മനുഷ്യന്റെ മരണശേഷം അദ്ദേഹം സ്വർഗത്തിൽ ചെന്നപ്പോ ഓരോ മനുഷ്യരുടെയും ഭൂമിയിലെ ജീവിത കാലയളവ് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുക. അപ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ താനെ സന്തോഷവതനായി പോകുമ്പോൾ തൻ്റെ പ്രയാണം ഒരു ഭൂമിയിലൂടെ നടന്നു പോകുന്ന കാൽപ്പാടായിട്ടാണ് കാണിക്കുന്നത്. അതിൽ തൻ്റെ കാൽപ്പാടുണ്ട്, മറ്റൊന്ന് ആണിപ്പാടുള്ള രണ്ട് കാൽപ്പാട്. ഈ സന്തോഷ കാലയളവിൽ, ഈ സമൃദ്ധിയുടെ സമയങ്ങളിൽ തന്നോടുകൂടെ മറ്റൊരാളും കൂടെ ഉണ്ട് എന്നത് എനിക്ക് മനസ്സിലായി. ഇത് മറ്റാരുമല്ല, കർത്താവ് വന്നത് എനിക്ക് മനസ്സിലായി. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിശോധനയുടെ സമയം, മരുഭൂമിയുടെ സമയം, കഷ്ടതയുടെ സമയം, ഒറ്റപ്പെടലിന്റെ സമയം, വേദനയുടെ സമയം, ശൂന്യതയുടെ സമയം, നിരാശയുടെ സമയം, അപവാദങ്ങളുടെയും അപമാനങ്ങളുടെയും സമയം. ആ സമയത്ത് താൻ നോക്കുമ്പോൾ കാൽപ്പാടുകൾ മുമ്പ് രണ്ടുപേരുടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കാണും. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഈ കഷ്ടതയിൽ നീ എന്നെ കൈവിട്ടില്ലേ? ഈ കഷ്ടതയിൽ നീ എന്നെ ഉപേക്ഷിച്ചില്ലേ? ആ സമയത്ത് ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വന്നില്ലേ? ആ കർത്താവ് ചോദിച്ചു, അവനെ കാൽപാദം സൂക്ഷിച്ചു നോക്കാമോ? അവൻ നോക്കുമ്പോൾ ആണിപ്പഴുതന്റെ കാല, അവന്റെ കാൽപാദം കാണുന്നില്ല. അപ്പൊ കർത്താവിനോട് അവൻ ചോദിച്ചു, കർത്താവേ, ഈ സമയത്ത് ഞാൻ എവിടെയാണ്? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എന്റെ തോളത്തായിരുന്നു. നീ എന്റെ തോളത്തായിരുന്നു. ആ സമയത്ത് ഞാൻ നിന്നെ തോളി വഹിച്ചിരിക്കുകയാണ്. ആ കഷ്ടതയിൽ നീയല്ല പോയത്. ആ സമയത്ത് ഞാൻ ആ തീച്ചുളയിലൂടെ പോയത്. നീ എന്റെ തോളത്തുണ്ടായിരുന്നു. ഏതൊരു സാഹചര്യത്തിലും ദൈവം നമ്മളെ കൈവിടത്തില്ല. പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ദൈവസനിൽ നിന്ന് നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ദൈവം കരുതിയ സമയത്ത് ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തി വെളിപ്പെടുത്തി അവൻ നിങ്ങളെ മാനിക്കും. അതാണ് ദൈവിക ഉദ്ദേശം.
അതാണ് ദൈവിക പദ്ധതി. Praise the Lord. ഇന്ന് രാത്രികാലം വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുക. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോവാ. സഹോദരന്മാർ അവനെ പകച്ചു, അപ്പൻ അവനെ ശാസിച്ചു. പക്ഷെ ദൈവിക കരുതലിന്റെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങുന്നതിന് മുമ്പ് കഷ്ടതയുടെ പൊട്ടക്കിണലിൽ തള്ളപ്പെട്ടു. അപ്പൻ യോസഫിനോട് ഒരു ദിവസം പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠന്മാരുടെ അടുക്ക് പോയി അവൻ കപ്പമലരുകളെ കൊടുത്തവിടെ ക്ഷേമം അന്വേഷിച്ച് നീ മടങ്ങി വേണം. അന്നൊന്നും ഇല്ല, അന്നൊന്നും ഫോണില്ല. പോയി അന്വേഷിച്ച് കണ്ടെത്തി വിവരങ്ങൾ അറിയുക. യോസഫിനെ അപ്പം പറഞ്ഞു വിടുമ്പോൾ പുതിയ അങ്കി തയ്പ്പിച്ചു കൊടുത്തു. ഞാനൊരു കാര്യം പറയാം, അങ്കി അഭിഷേകത്തെ കാണിക്കുന്നത്. ഈ അപ്പന് ഈ അഭിഷേകത്തിന്റെ അങ്കി അവനെ ധരിപ്പിച്ചതിന്റെ ഉദ്ദേശം, ഇവൻ പോകുന്നത് വനത്തിലൂടെയാണ്. ഹിംസ്ര ജന്തുക്കൾ ഇരയ്ക്ക് വേണ്ടി, രക്തത്തിനും മാംസത്തിനും വേണ്ടി കൊതിച്ച് ദാഹിച്ചിരിക്കുന്ന ഹിംസ്ര ജന്തുക്കൾ വാഴുന്ന വനാന്തരത്തിൽ എൻ്റെ മകനെ ഒരു മൃഗങ്ങൾക്ക് തൊടാൻ കഴിയാതെ വണ്ണം അവനെ അഭിഷേകത്തിന്റെ അങ്കി ധരിപ്പിച്ചെന്നാണ് എന്റെ ചിന്ത പറയാം. ഈ ലോകത്തിൽ നമ്മളെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയും, ഒരു ശത്രുവിനും തകർക്കാൻ കഴിയത്തില്ല, ഒരു പോരാട്ടങ്ങൾക്കും തകർക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആത്മീയ വേഷം ധരിച്ച കപടധാരികളായിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവര് നമ്മളെ തച്ചുടയ്ക്കും. അവര് നമ്മളെ അഭിഷേകത്തിനെതിരെ പദ്ധതികളും കെണികളും വെക്കും. സ്തോത്രം. യോസഫിന്റെ വരവ് കണ്ട് അവൻ ആ മൊട്ടക്കുന്നുകളിലൂടെ കയറി വരുന്നത് കണ്ട് ഒന്നിന് മുകളിൽ ആടുകളെ മേയ്ക്കുന്ന ജ്യേഷ്ഠന്മാർ പറഞ്ഞൊരു വാചകം നിങ്ങൾക്കറിയാമോ? നമ്മുടെ പൊന്നനുജം വരുന്നല്ല, നമ്മുടെ കുഞ്ഞനുജം വരുന്നല്ല, നമ്മുടെ മോൻകുട്ടം വരുന്നല്ല പറഞ്ഞേ, സ്വപ്നക്കാരൻ വരുന്നോ. അവരവനെ ഇരട്ടപ്പേരിട്ടു കേട്ടോ. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടപ്പേര് നല്ലതിനാണ്. ചിലർ നിങ്ങളെ ഇരട്ടപ്പേര് വിളിക്കാം, പ്രാർത്ഥനക്കാരൻ, പെന്തിക്കോസ്തുകാരൻ, തുള്ളാനം പാടാൻ നടക്കുന്നവൻ എന്നൊക്കെ വിളിച്ചേക്കാം. അതൊക്കെ പിന്നത്തിൽ അനുഗ്രഹമായി മാറും. നമ്മളെ ലോകര് വിളിക്കുന്ന ഇരട്ടപ്പേര് പിന്നീട് നമുക്ക് അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അവൻ കൊണ്ടുവന്ന അപ്പം വാങ്ങിച്ച് അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അങ്കി അവർ ഊരി വാങ്ങിച്ചു. അവനെ കൊണ്ട് പൊട്ടക്കണ്ടി തള്ളിയെന്ന് അതൊക്കെ വിസ്തരിക്കേണ്ടതുണ്ട്, വിവരിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാനത് മുതിരുന്നില്ല. അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് അവന്റെ സഹോദരന്മാരും ആ പൊട്ടക്കിണറ്റിന്റെ വായിക്കിൽ നിന്ന് ഓടി മാറി. അവൻ ആ പൊട്ടക്കിണറ്റിൽ കൈകാലുകൾ മുറിഞ്ഞ് നീറ്റിലോടെ വേദനയോടെ ഇങ്ങനെ കിടക്കുമ്പോൾ ആ കിണറ്റിലേക്ക് അനായാസേന ഒരാൾ ഇറങ്ങി വന്നു. അപ്രതീക്ഷിതമായി പൊട്ടക്കിണറ്റിൽ ഒരു അപരിചിതനെ കണ്ടപ്പോൾ യോസേപ്പിച്ചു, ആരാ? എനിക്ക് മനസ്സിലായി, ഇടയന്മാരെ വല്ലതുമാണ്. ജ്യേഷ്ഠന്മാര് പറഞ്ഞിട്ട് വിദഗ്ധമായി കിണറ്റിൽ ഇറങ്ങാൻ കഴിയുന്ന ഒരാളാണോ നിങ്ങൾ? അവര് പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കാൻ വന്നതാണ്. അപ്പോ അഗതം പറഞ്ഞു, അല്ല, നീ സ്വപ്നം കണ്ടു തുടങ്ങിയ അന്ന് മുതൽ ഞാൻ നിന്റെ പുറകെ കൂടിയതാ. പേര് പറഞ്ഞാൽ നിനക്കറിയാം, എന്റെ പേര് പിശാചെന്ന. നിന്നെ ഇവിടെ കിട്ടാൻ ഞാൻ നിന്റെ ജ്യേഷ്ഠന്മാരുടെ ഹൃദയത്തെ വശത്താക്കി. ഇവിടം കൊണ്ട് നിന്റെ സ്വപ്നം അവസാനം. ഇനി ഇവിടെ നിന്ന് ഈ ജീവനോട് മടങ്ങിപ്പോകില്ല. ഈ പൊട്ടക്കിണക്കിൽ നിന്റെ ആസ്തികൾ അവശേഷിക്കും. പിശാച് വെല്ലുവിളിച്ചു, യോസഫ് മല്ലുപിടിച്ചു. യോസഫ് പറഞ്ഞു, എന്നോട് അങ്ങനല്ല പറഞ്ഞേക്കുന്നത്, ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ല. സ്തോത്രം. രാത്രി ഒരു കാര്യം പറയാം, എന്നെ പൊട്ടക്കിണറ്റിൽ ഒതുക്കാൻ, ശവക്കുഴിക്കകത്ത് ഒതുക്കാൻ പിശാച് നിനക്കെതിരെ ആഹോരാത്രം പണിയെടുത്താലും നിന്നോട് പറഞ്ഞ ദൈവ വാക്തത്വത്തിന്റെ കരുതലിന്റെ ദിവസത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ നീ വിശ്വസിക്കുന്ന കർത്താവ് ശബ്ദനാ. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയണോ, അന്ന് ആ വനാന്തരത്തിലൂടെ മിസ്രൈമിലേക്ക് പോകുന്ന ഇസ്മായേല്യ മിദ്യാന്യ കച്ചവടക്കാർ അവരുടെ വഴി ആ വനത്തിൽ കൂടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒക്കെ കൊച്ചിലെ വെള്ളം പൊങ്ങുന്ന സമയത്ത്, ഇപ്പോഴും വെള്ളപ്പൊക്കമുണ്ട്, വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ കോഴിക്കച്ചവടക്കാർ വരും. കൊതുമ്പ് വള്ളത്തെ കോഴിക്കച്ചവടക്കാർ അവരിങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ വിളിച്ചു വയ്ക്കും, ഉണ്ടോ കോഴി, കോഴി ഉണ്ടോ കോഴി എന്ന് വെച്ചാൽ കോഴി കൊടുക്കാനുണ്ടോ.
അപ്പം അന്ന് കോഴി വളർത്തുന്നവര് വിളിക്കും, ചേട്ടാ ഈ വഴി വരണേ, കാരണം ഇദ്ദേഹം കൊതുമ്പ് വെള്ളത്തിൽ തുഴഞ്ഞ് ഈ വീടിന്റെ മുറ്റത്തെല്ലാം വെള്ളമാണ്, ഈ വീടിന്റെ സിറ്റൗട്ടിൽ അല്ലെങ്കിൽ തിണ്ണെ കൊണ്ടുവന്ന് വെള്ളം ഒഴിപ്പിക്കും. അപ്പോൾ ഒന്ന് കോഴി കൊടുക്കും. അന്നൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലമാണ്. അപ്പോൾ ഒരു കോഴിക്ക് 100 രൂപ ഉണ്ടെങ്കിൽ അന്ന് ഈ കോഴിക്കാരൻ 25 രൂപയ്ക്ക് മേടിക്കുന്നു. അപ്പൊ ഈ വനാന്തരത്തിലൂടെ ഈ മിദ്യാന്യ കച്ചവടക്കാർ പറയുക, ഈ വനത്തിന്റെ നിശബ്ദത അവർക്ക് ഭയം ഉണ്ടാക്കാതിരിക്കാൻ അവരിങ്ങനെ വിളിച്ചു കാണും. ഞാൻ എൻ്റെ ചിന്ത പറയുക, അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു കാണും. എന്താണെന്നറിയാമോ? ഉണ്ടോ അടിമ, അടിമയുണ്ടോ അടിമ, ഉടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതിലേ വരണേ. അവര് വരുമ്പോൾ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ഒരു വിചാര ആരെയാ കൊടുക്കാനുള്ളത്? ഞങ്ങൾക്കൊരു ഇതിന് കൊടുക്കാനുണ്ട്, എന്തോ വില തരും. അവര് ഞാളെ കണ്ട് ഇറച്ചി വില നോക്കി, തൂക്കം നോക്കി, പൊക്കം നോക്കി, വലിപ്പം നോക്കി, വണ്ണം നോക്കി ഞങ്ങൾ വില പറയും. അപ്പോ ഈ പൊട്ടക്കണക്കിൽ രണ്ടുപേര് തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ആരുമായിട്ടാ? പിശാചും യോസഫ്. പിശാച് പറഞ്ഞു, നിന്ന് ഞാൻ കേട്ടുകയാണ്, ഈ കുഴിയിൽ നിന്ന് ഞാൻ കേട്ടുകയാണ്. യോസഫ് പറഞ്ഞു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഞാനിവിടുന്ന് കയറും കേട്ടോ. ഇന്ന് രാത്രി എത്ര പേര് പറയും, ഈ പ്രശ്നത്തിന് ഞാൻ കയറും, ഈ ഞെരുക്കത്തിന് ഞാൻ കയറും, ഈ കടഭാരത്തിന് ഞാൻ കയറും, ഈ തകർച്ചയിൽ നിന്ന് ഞാൻ കയറും, ഈ നിരാശയിൽ നിന്ന് ഞാൻ കയറും, ഈ നിന്നയിൽ നിന്ന് ഞാൻ കയറും. എന്റെ ദൈവം കയറ്റും. ഇല്ല, ഇവിടെ കൊണ്ടൊരു അവസാനമല്ല, ഇവിടെ കൊണ്ടൊരു തകർച്ചയില്ല, ഇവിടെ കൊണ്ടൊരു പരാജയമല്ല, ഇവിടെ ഞാൻ കയറും. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ചിലർ തകർച്ച കിടക്കുക, ചിലർ പൊട്ടക്കിണറ്റി കിടക്കുക, ചിലരെ തള്ളിക്കളഞ്ഞിരിക്കുക. ചെയ്തത് മറ്റാരുമല്ല സഹോദരങ്ങളാ, ചെയ്തത് മറ്റാരുമല്ല ചാർച്ചക്കാരാ, ചെയ്തത് മറ്റാരുമല്ല ചുറ്റുവട്ടത്തുള്ളവരാ, ചെയ്തത് മറ്റാരുമല്ല സഹവിശ്വാസികൾ ചിലരാ. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നീ അതിൽ നിന്നെല്ലാം കയറും. അത് നല്ല ദൈവം നിന്നെ കരകയറ്റും. കാരണം ഒരു കരുതൽ ദൈവം നിന്നെ കുറിച്ചുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു കരുതലുണ്ട്. അവിടെ ദൈവം നിന്നെ കരകയറ്റും. ആ സമയത്ത് ദൈവത്തിന്റെ വചനത്തിന് ഒരു ചിന്ത പറയാം. ആമേൻ, സ്തോത്രം. ഈ സഹോദരന്മാര് കാട്ടുപള്ളികൾ കൂട്ടിക്കെട്ടി, കയറുകൾ കൂട്ടിക്കെട്ടി ഒരു താൽക്കാലിക ഗോപണി ഉണ്ടാക്കി യോസഫിനെ കയറി വരാൻ. പൊട്ടക്കണച്ചിന്റെ വായിക്കൽ പ്രതിഷ്ഠപ്പെട്ടപ്പോൾ യോസഫ് പറഞ്ഞു, പിശാചേ, നീ പറഞ്ഞ എന്നെ കയറ്റുകയാണ്. എന്റെ ജ്യേഷ്ഠന്മാർ എനിക്കെതിരാണ്. കണ്ടോ, എന്റെ സ്നേഹമുള്ള ജ്യേഷ്ഠന്മാർ വന്നെന്നെ കയറ്റിക്കൊണ്ട് പോകാൻ വന്നത് കണ്ടോ? അന്ന് പിശാച് പറഞ്ഞു, അവർ നിന്നെ സ്നേഹിച്ചിട്ടല്ല, നിന്റെ മാംസവും പൊക്കവും തൂക്കവും വലിപ്പവും വണ്ണവും നോക്കി വില പറഞ്ഞ് കാശ് മേടിച്ച് നിന്നെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ ജ്യേഷ്ഠന്മാർ വന്നിരിക്കുന്നു. നിന്റെ വാക്തത്വവും സ്വപ്നവും നടക്കത്തില്ല. ദൈവത്തിന്റെ നിന്നെ കുറിച്ചുള്ള കരുതലുകൾ നടക്കത്തില്ല. ഇതെല്ലാം ഇപ്പോൾ എന്റെ കൺട്രോളിലാണ്. ഒരു കാര്യം പറയാം, യോസേപ്പിനെ അവർ കയറ്റി അവന്റെ കൈകാലുകളിൽ ആമത്തിട്ട് പൂട്ടി. അവന്റെ ജ്യേഷ്ഠന്മാർ നോക്കി നിൽക്കിയ യോസേപ്പിനെ മിസ്രൈമിന്റെ അടിമച്ചന്തയിലേക്ക് കച്ചവടക്കാർ വലിച്ചിടിച്ചോണ്ട് പോകുമ്പോൾ പുറകിൽ നിന്ന് സഹോദരന്മാരെ കൈകൊട്ടി പറഞ്ഞ, സ്വപ്നക്കാരാ, നിന്റെ സ്വപ്നം എവിടെ? സാത്താൻ അവന്റെ കൂടെ നടന്നവന്റെ ചെവി ചോദിച്ചു, നിന്റെ സ്വപ്നം എവിടെ? സ്തോത്രം. ദൈവം കരുതിയിട്ടുണ്ട് കേട്ടോ. പലരും പല ചോദ്യങ്ങൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുക ദൂത് കേൾക്കുന്നവർ. ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ ദൂത് പറയാം, കഴിയുമ്പോൾ നിങ്ങളോട് ചോദിച്ചവർക്കുള്ള മറുപടി ദൈവം കൊടുക്കാൻ പോവുക. സ്തോത്രം. ഓ, എത്തം ജയം. യോസഫിനെ കൊണ്ടുപോയത് എവിടെ അറിയാം? മിസ്രൈമിലേക്കാണ്. മിസ്രൈമിലെ 2 അടിമച്ചന്തയാ. ഒന്ന് മുകളിലത്തെ അടിമച്ചന്ത, 2 താഴത്തെ അടിമച്ചന്ത. മുകളിലത്തെ അടിമച്ചന്തയിൽ സാധാരണക്കാർ വരുന്ന സ്ഥലമാണ്, നിസ്സാരന്മാർ വരുന്ന സ്ഥലമാണ്. പൈസ ചെലവ് നടത്തി സാധനങ്ങൾ വാങ്ങിക്കാൻ മാർഗമില്ലാത്തവർ വരുന്ന സ്ഥലമാണ്. സാധനങ്ങൾ വെച്ച് മാറുന്ന സ്ഥലമാണ്. എനിക്ക് 10 കിലോ കപ്പ വേണം, എനിക്കൊരു 2 തേങ്ങ വേണം. ഞാൻ 2 കിലോ കപ്പ കൊടുത്ത് 2 തേങ്ങ വാങ്ങി. എനിക്ക് 1 കിലോ മത്തി വേണം, ഞാൻ 2 കിലോ കപ്പ കൊടുത്ത് 1 കിലോ മത്തി മേടിക്കും. അങ്ങനെ സാധനങ്ങൾ വെച്ച് മാറുന്ന സ്ഥലമാണ് മുകളിലത്തെ അടിമച്ചന്ത. താഴത്തെ അടിമച്ചന്ത അങ്ങനല്ല.
സമ്പന്നന്മാർ വരുന്ന സ്ഥലമാണ്, ഉന്നതന്മാർ വരുന്ന സ്ഥലമാണ്, പ്രഭുക്കന്മാർ വരുന്ന സ്ഥലമാണ്, ഉദ്യോഗസ്ഥന്മാർ വരുന്ന സ്ഥലമാണ്. അവിടെ വലിയ ആ മേഖലയെ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിവുള്ള കെൽപ്പുള്ളവർ വരുന്ന സ്ഥലമാണ്. യോസേപ്പിനെ കൊണ്ട് നിർത്തിയ താഴത്തെ അടിമച്ചന്തയിലാണ് കേട്ടോ. അവനെ ആ അടിമച്ചന്തയിലോട്ട് കൊണ്ട് കയറ്റിയപ്പോൾ അടിമച്ചന്തയിലെ മുഴുവൻ ജനത്തിന്റെ കണ്ണ് അവന്റെ മേലായി. കാരണം അന്ന് വരെ ആ അടിമച്ചന്തയുടെ ചരിത്രത്തിൽ ഇങ്ങനെ കോമളനായ, ഇങ്ങനെ സുന്ദരനായ, ഇങ്ങനെ തേജസ്സേറിയ ഒരു യൗവനക്കാരനകന്ന അടിമയെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഓ ഉടമനരകഥ റബല അടകസി. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വെളിപ്പെടുമ്പോണ്ടല്ലോ, സകല മനുഷ്യരെ നിന്നെ നോക്കി അതിശയിക്കത്തക്ക തലത്തിൽ നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ചങ്ങല നിനക്കൊരു വലിയ ഭാരമായിരിക്കാം, ഇപ്പോഴത്തെ നിന്ന് നിനക്കൊരു വലിയ വിഷയമായിരിക്കാം. പക്ഷെ പിന്നിലൊരു ദൈവകരം ചലിക്കും, പിന്നിലൊരു ദൈവപ്രവർത്തി ഉണ്ടാകും, പിന്നിലൊരു ദൈവിക പദ്ധതി വെളിപ്പെടും. സ്തോത്രം. അതിനെ അവസാനിപ്പിക്കുക. ഒത്തിരി ഭാഗങ്ങൾ അതിന് വിസ്തരിക്കാനുണ്ട്. അന്ന് ആ അടിമച്ചന്തയിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു. ആ ചന്തയുടെ ചരിത്രത്തിൽ ഒരു അടിമയ്ക്കും അന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത ഒരു വലിയ വില യോസേപ്പിന് കിട്ടി. നിന്നെ ആരും വില കൽപ്പിച്ചില്ലെങ്കിലും, നിനക്കാരും വില ഇട്ടില്ലെങ്കിലും, നിനക്കൊരു വിലയും ആരും കൽപ്പിച്ചില്ലെങ്കിലും ദൈവം നിനക്കൊരു വില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വലിയ മാർക്കറ്റായിരിക്കും, അത് വലിയ ദൈവിക പദ്ധതിയായിരിക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിന്റെ മേൽ ചരക്കുണ്ടോ, നിന്റെ കൈ ചരക്കുണ്ടോ, അത് വിൽക്കാനെടുക്കാം. ഈ ചന്ത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ മേൽ കൃപയുണ്ടോ, അത് വെളിപ്പെടുത്താൻ വേദി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്കൊരു നല്ല വിദ്യാഭ്യാസമുണ്ടോ, ആ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് നല്ലൊരു ജോലി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇത് സമയത്ത് നടക്കും, സമയത്ത് വെളിപ്പെടും, സമയത്തേ നടക്കത്തുള്ളൂ. സ്തോത്രം. തക്ക സമയത്ത് എല്ലാം ദൈവം ഒരുക്കും, എല്ലാം ദൈവം കരുതി അതിന്റെ സമയത്ത് മാനിക്കും. യോസേപ്പിനെ പോത്തിഫർ അന്ന് വിലയ്ക്ക് മേടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ആ വീടിന്റെ കെട്ടുകൊട്ടി കേട്ടോ. സ്തോത്രം. ദൈവത്തിന്റെ അഭിഷക്തന്മാർ നിന്റെ വീട്ടിൽ വരുമ്പോൾ നിനക്ക് അനുഗ്രഹമാകട്ടോ. അവർ നിന്റെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, അഭിഷക്തന്മാരുടെ കാര്യമാണ്. ഈ വേഷം ധരിച്ച് പ്രച്ഛന്ന വേഷം ധരിച്ച് നടക്കുന്നുണ്ട്, അവരുടെ കാര്യമല്ല പറയുന്നത്. സ്തോത്രം. സത്യസന്ധമായി ദൈവത്തെ സ്നേഹിച്ച് വിശ്വസ്തയോടെ ദൈവവചനം പ്രസംഗിച്ച് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരുണ്ട്. ദൈവം ഉപയോഗിക്കുന്നു. അവര് നിന്റെ വീട്ടിൽ വന്ന് കയറുമ്പോഴല്ലോ, നിന്റെ വീട്ടിനകത്ത് നിനക്ക് വിരോധമായിരിക്കുന്ന പൈശാചിക ശക്തിക്ക് അവരുടെ മേലുള്ള അഭിഷേകത്തോട് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അത് നിന്റെ വീട്ടിൽ കഴിഞ്ഞുമാണ്. യോസഫ് ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ കെട്ടുപൊട്ടി. ആണ്ടിൽ ആ പോത്തിപ്പേർ വിതച്ചു കേട്ടോ. 100 പേര് പോയതു. ഇഷ്ടം പോലെ വർധനവായി, സാമ്പത്തിക വരവായി അനുഗ്രഹിക്കപ്പെടും. ദൈവം കരുതിയവൻ, ദൈവം കരുതുന്നവൻ. സ്തോത്രം. ഒരിടത്ത് എന്നാൽ അവിടുത്തെ കുറവ് മാറും, അവിടെയും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. അവൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. ഒരു പ്രവചനമൊന്നും പറയാൻ, ഒരു പ്രവാചക ദൂത് പറയാൻ ഇന്ന് രാത്രി ഞാൻ സമയമെടുക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് നിങ്ങളോടുള്ള പ്രവചനം പരിശുദ്ധാത്മാവ് അറിഞ്ഞു കഴിഞ്ഞു. ദൈവാലോചന ദൈവാത്മാവ് അറിയിച്ചു കഴിഞ്ഞു. ദൈവശബ്ദം കൃത്യമായി വെളിപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജോലിയിൽ ദൈവം ചില കരുതലുകൾ നടത്തും. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ തലത്തിൽ ഒരു വലിയ കരുതൽ നടത്തും. നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ഒരു വലിയ കരുതൽ ദിവസങ്ങൾ വിളിക്കും. ആ ദൈവ പ്രവൃത്തിയുള്ള നാളുകൾക്കായി നിങ്ങളെ ദൈവം ആമേൻ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആശീർവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഈ രാത്രി വിരാമം കുറിക്കുന്നു. ഒരു അവസരം കൂടെ എനിക്ക് തന്ന കർത്താവിന്റെ വിളിപ്പെട്ട ദാസൻ പ്രിയ ജോലിച്ചാരോടും സഭയോടുമുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനം, നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം എന്നും എന്നേക്കും ജയം. ആമേൻ, ആമേൻ, ആമേൻ. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ
അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. അതുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്നിൽ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ, എന്നിൽ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേ ശിവത്തേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേ ശിവത്തേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേ ശിവത്തേ ഞാനവൻ കരങ്ങളിലാ. അതുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. വിശ്വാസത്തോടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാം യെസ്. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാം നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. നന്നായി അറിയണം. ദൈവം എനിക്കനുകൂലം എങ്കിൽ അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരും. ഓ, ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരും. അതുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ആമേൻ, 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 ആമേൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ഹല്ലേലൂയ. ഇമ്മാനുവേലായവൻ നമ്മളെ കൂടെ നടക്കുന്ന ദൈവം, നമ്മളെ കരങ്ങൾ വഹിക്കുന്ന ആ നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു നാളും നമ്മളെ കൈവിടത്തില്ല, ഒരു നാളും ഞാൻ അതിനെ ഉപേക്ഷിക്കുകയുമില്ലെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ അതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട രാത്രി വീണ്ടും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ചമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും ഇവിടെ എല്ലാവരും കൂടെ കഥാൻ്റെ വരവിലേക്കും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തയേശു മുഖാന്തരം നമ്മളെ ജയത്തോടെ തന്നെ നടത്തുന്ന ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കഥാവി വരണമേ. മരണാഥ കഥാൻ ശാലോം കഥാൻ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.